ഫിയർലെസ് അല്ലേ? പേടിയില്ലാതെ സത്യങ്ങൾ ഒച്ചയിൽ പറയാനുള്ള ആ ധൈര്യം കാണിക്കുന്ന ഒരു ചാനലായിരിക്കും ബിഗ് TV 24/7. ആൻഡ് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നതാണല്ലോ ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു ധർമ്മം. നമ്മൾ ചോദിച്ച ആ ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ഉത്തരമാണ് ശ്രീ വിജയ് വെന്നം റെഡ്ഡിയും ശ്രീ അനിൽ അരൂർ സാറും നമുക്ക് നൽകിയത്. പക്ഷം പിടിക്കാത്ത, സത്യത്തിനൊപ്പം മാത്രം നിൽക്കുന്ന മാധ്യമ പ്രവർത്തനം. ഇനി അങ്ങനെ പറയുമ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ചോദ്യം ചോദിക്കേണ്ട ഒരു അവസരം എത്തിയിരിക്കുകയാണ്. പറഞ്ഞതൊക്കെ കേട്ടു, പക്ഷെ ആരായിരിക്കും ഇത് നമുക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്? ആരായിരിക്കും ബിഗ് TV 24/7 ആ എക്സാംപ്ലറി ട്രൂത്ത് സ്പിറ്റിംഗ് എഡിറ്റോറിയൽ ടീം? ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആ എഡിറ്റോറിയൽ ടീമിനെ ഓരോരുത്തരായി പരിചയപ്പെടാനുള്ള സമയമാണ്. ഇനി വലിയ മഹത്തായ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ ബിഗ് TV ഒരുക്കിയിരിക്കുന്ന ടീം അംഗങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട അനിൽ അരൂർ സാർ 1 by 1 പരിചയപ്പെടുന്നതായിരിക്കും ഇൻ ദ പ്രസൻസ് ഓഫ് ശ്രീ വിജയ് വെന്നം റെഡ്ഡി. ആൻഡ് സർ, I am very curious to find out who the first person you're going to call on stage is. Maybe do that? I am not calling on the basis of seniority or nothing else, but I'll love to call Sujaya Parvati on the stage. മാറ്റം അനിവാര്യമാണ്. മാറ്റം നല്ലതിനാണ്. അധികാരത്തിന്റെ ഇടനാഴികളിൽ സത്യം നിരന്തരം അടിച്ചമർത്തപ്പെടുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ നീതിക്കായി ഉയരുന്ന ഒരു കരുത്തുറ്റ ശബ്ദം? നീതിയുടെ നിലയ്ക്കാത്ത ആ ശബ്ദമാവുകയാണ് ഞങ്ങൾ. 2 പതിറ്റാണ്ട് നീണ്ട മാധ്യമ പ്രവർത്തനം എനിക്കെന്ത് കിട്ടുമെന്ന് ആശിച്ചല്ലായിരുന്നു. നിലകൊണ്ടത് ആരെന്നറിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയായി. നിഷ്പക്ഷതയെന്നാൽ മൗനമല്ല, വാർത്തയ്ക്ക് പിന്നിലെ കരുത്താണ്. I am Sujaya Parvati, Chief Editor, Big TV, Big Reality. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ബിഗ് പേഴ്സണാലിറ്റി തന്നെയാണ്. ഇത് ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് കൂടിയാണ്. കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. നമ്മളുടെ ഈ ഒരു റൈസിംഗ് സ്റ്റാർ ഇസ് നൺ അതർ ദാൻ സുജയ പാർവതി, മലയാള വാർത്താ ചാനൽ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്റർ. സ്ത്രീകൾക്ക് എന്നും മാതൃകയാവുന്ന ആ ആർജവം ബിഗ് TVയുടെ നെടുന്തൂണാകുന്നു സുജയ പാർവതി. വളരെയധികം സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ബിഗ് TVയെ നയിക്കാൻ പോകുന്ന ഈ മലയാള വാർത്താ ചാനൽ ചരിത്രത്തിൻ്റെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്ററുടെ അടുത്ത് ഹായ് ഹലോ പറയുന്നത്. ആൻഡ് സോ വാട്ട് എ പ്രൗഡ് മൊമെന്റ് ഫോർ ബിഗ് TV. സോ ഞാൻ ആ ഒറ്റ റീസൺ കൊണ്ട് തന്നെയാണ് സുജനെ ആദ്യം വിളിക്കണമെന്ന് തോന്നിയത്. കാരണം മലയാള മാധ്യമ മേഖലയിലെ ആദ്യ വനിതാ ചീഫ് എഡിറ്റർ, അതെല്ലാ വനിതകൾക്കും ഒരു ഇൻസ്പിറേഷൻ ആകും. അതല്ലെങ്കിൽ തന്നെയും സുജയ അതിന് ക്വാളിഫൈഡ് ആണ് വിത്തൗട്ട് ജെൻഡർ ബേസിസ്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ അങ്ങനെയല്ല സെലക്ട് ചെയ്തത്, ഒരു വനിത ആയതുകൊണ്ടല്ല. ഷീ ഗോട്ട് ദാറ്റ് മച്ച് ഓഫ് ടാലൻറ്റ് ടു ലീഡ് എ ടീം. സോ ഞങ്ങളതിൻ്റെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. സോ അത് യാദർശ്യമായിട്ട് ഫസ്റ്റ് ചീഫ് എഡിറ്ററാണ് പിന്നീടാണ് മനസ്സിലായത്. മിസ്റ്റർ വേണു ബാലകൃഷ്ണൻ നിങ്ങളോട് ഇൻഫോം ചെയ്തപ്പോഴാണ്. സോ ദാറ്റ്സ് വൈ. സോ ആക്ച്വലി വേണു ബാലകൃഷ്ണൻ ഈസ് അവർ ന്യൂസ് ഡയറക്ടർ. സോ ഞാൻ പറയാനുണ്ടായിരുന്നു, ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ 2 പേരെ പാടുള്ളൂ ഏറ്റവും പ്രായമുള്ളത്. അതാ 2 പേരാരാ? ഒന്ന് ഞാനും ഒന്ന് വേണു. അത് വലിയ പ്രായമൊന്നുമല്ല സാറേ. ഞാനും കൂടെ വേണു എൻ്റെ അടുത്ത് ചേർത്ത് പറയാനുള്ള ഒരു ടീമാക്കുക. എന്നെ കണ്ട് പ്രായക്കുറവാണ്. ബട്ട് സ്റ്റിൽ ഐ വിൽ സേ ദാറ്റ്. ബട്ട് ഹി ഈസ് ദ സീനിയർ മോസ്റ്റ് പേഴ്സൺ ഇൻ ദ മീഡിയ. സോ ആളുടെ കാഴ്ചപ്പാടും ആളുടെ മെച്യൂരിറ്റിയും കണ്ടന്റ് ടീമിനെ ഡെഫിനറ്റ്ലി ലൈക്കും. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ഓൾസോ സുജയ ആൻഡ് ടീം. സോ ഐ ഓൾസോ ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ വേണു ബാലകൃഷ്ണൻ, അവർ ന്യൂസ് ഡയറക്ടർ. ലെറ്റ്സ് ബി 1 second and just ആദ്യം I am really excited to know. Sir തന്നെ പറഞ്ഞു, of course ഒരു സ്ത്രീ എന്ന ഒരു ജെൻഡർ ബേസിസിലുള്ള ക്വാളിഫിക്കേഷൻ അല്ല സുജയുടേത്. സുജയുടെ കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് ജേർണലിസം തന്നെയാണ് ഏറ്റവും മുന്നിൽ നിന്നത്. പക്ഷേ വിമൻ എംപവർമെൻ്റ് ഒക്കെ ആവശ്യമുള്ള ഒരു സമൂഹമായതുകൊണ്ട് ഞങ്ങൾ അത് എടുത്തെടുത്ത് പറയും. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്റർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സുജയ, we want to hear your vision for Big TV 24/7. എന്താണ് സുജയുടെ ഒരു വിഷൻ? നമസ്കാരം. ആദ്യം തന്നെ നല്ല വാക്കുകൾക്ക് ഈ അവസരത്തിന് ബിഗ് TV ഗ്രൂപ്പിനും അതുപോലെ തന്നെ അനിൽ അരൂർ സാറിനും നന്ദി. ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ അക്നോളജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്.
ഏഷ്യാനെറ്റ് ന്യൂസ് വരെ ഒരു വാർത്താ വായനക്കാരിയായിരുന്ന എന്നെ ഒരു ന്യൂസ് പ്രസൻറ്റർ എന്ന നിലയിൽ മോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അനിൽ അരൂർ എന്ന വ്യക്തിയാണ്. ഹീ ഈസ് മൈ മെന്റർ. ഇനി ബിഗ് ടി വിയെ കുറിച്ച്. ബിഗ് ടി വിക്ക് മുൻപും ശേഷവും എന്ന രീതിയിൽ മലയാള വാർത്താ ചാനലുകൾ അടയാളപ്പെടുത്തണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അതാണ് ബിഗ് ടി വിയുടെ ബിഗ് വിഷൻ. ഐ തിങ്ക് ചുരുങ്ങിയ വാക്കുകളെ പറഞ്ഞുള്ളൂ, പക്ഷേ വളരെയധികം ക്ലാരിറ്റിയോടെ ബിഗ് ടി വിയുടെ വിഷൻ സുജയ നമ്മളുടെ ചീഫ് എഡിറ്റർ ഇവിടെ വ്യക്തമാക്കി. ഇനി ഓഫ് കോഴ്സ് അനിൽ സർ ഓർഡറിലല്ല, പക്ഷേ എന്നാൽ പോലും സുജയ ആദ്യം വിളിച്ചു ബിക്കോസ് ഇറ്റ് വാസ് എ ഹിസ്റ്റോറിക് മൊമെൻറ്റ്. ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് ബിഗ് ടി വി ഇവിടെ സൃഷ്ടിച്ചത്. പക്ഷേ അടുത്തതായി വിളിക്കുന്നത് ഒരു പക്ഷേ ബിഗ് ടി വി എന്ന ചാനലിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകനെയാണ്. ആൻഡ് ഐ തിങ്ക് ഹി ഡിസേർവ്സ് ദ ലൗഡസ്റ്റ് റൗണ്ട് ഓഫ് അപ്ലോസ്. അനിൽ സർ, ഇഫ് യു കുഡ് പ്ലീസ് ഇൻട്രൊഡ്യൂസ് ഹിം. പ്ലീസ് മിസ്റ്റർ വേണു ബാലകൃഷ്ണൻ, അവർ ന്യൂസ്. അവനവനേക്കാൾ മുൻപേ അവനവന്റെ പരസ്യവണ്ടി പുറപ്പെടുന്ന കാലമാണ്. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന ഞാൻ പറച്ചിലുകളുടെ കാലം. മാധ്യമപ്രവർത്തനത്തിൽ ഒരേ ഒരു മേലധികാരിയേ ഉള്ളൂ, വാർത്ത മാത്രം. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ഈ വേദിയിൽ തുല്യനിലയിലുള്ളവരായി നമുക്ക് കണ്ടുമുട്ടാം. ഐ എം വേണു ബാലകൃഷ്ണൻ, ന്യൂസ് ഡയറക്ടർ, ബിഗ് ടി വി, ബിഗ് റിയാലിറ്റി. വാർത്തകളുടെ ഗാംഭീര്യം വാക്കുകളിലല്ല നിലപാടുകളിലാണെന്ന് തെളിയിച്ച വ്യക്തിത്വം ശ്രീ വേണു ബാലകൃഷ്ണൻ. നല്ലൊരു കൈഡിയോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വാർത്താ ലോകത്തെ കരുത്തുറ്റ ശബ്ദം. അഭിമാനത്തോടെയാണ് ബിഗ് ടി വി 24/7 ഈ പവർ ഹൗസ് ഓഫ് ജേർണലിസം മിസ്റ്റർ വേണു ബാലകൃഷ്ണനെ ന്യൂസ് ഡയറക്ടർ ബിഗ് ടി വി 27 ആയി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സർ, ബിഗ് ടി വിയിലൂടെ ഉള്ള ഒരു സംഭാവന എന്തായിരിക്കും ഫോർ one of the most senior journalists of our state? ബിഗ് ടി വിയുടെ പ്രത്യേകത എന്തായിരിക്കുമെന്നത് ഒരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ അനിലരൂർ പറഞ്ഞതുപോലെ ഇത് 11ാമത്തെ ചാനലായിട്ട് വരികയാണ്. മറ്റൊരു മാധ്യമങ്ങളും തുടങ്ങുമ്പോൾ കേൾക്കാത്ത ഒരു ചോദ്യം എപ്പോഴും ദൃശ്യമാധ്യമങ്ങൾ തുടങ്ങുമ്പോൾ കേൾക്കാറുള്ളതാണ്, എന്തിനാണ് ഇനി ഒരു ചാനൽ കൂടിയെന്ന്. ചുരുക്കി പറയാം, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ 2 ധാരകളുണ്ട്. ഒന്ന് ഈ വലിയ മീഡിയ ഹൗസസ് അവർ നടത്തുന്ന ദൃശ്യമാധ്യമ സ്ഥാപനങ്ങൾ. അതിൻ്റെ ഉള്ളടക്കം നല്ല ശക്തമാണ്, പക്ഷേ അതിൻ്റെ രീതി പരമ്പരാഗതമാണ്. പിന്നീട് വന്ന പുത്തൻ തലമുറ ചാനലുകളുണ്ട്. അതിൻ്റെ അവതരണത്തിൽ നല്ല ഊർജ്ജമുണ്ട്, പക്ഷേ ഉള്ളടക്കത്തിൻ്റെ ഉൾക്കരുത്ത് അതിനില്ല. അപ്പോൾ പുതിയ മലയാളിക്ക് ഇത് രണ്ടും അറിയാം. ഒന്ന്, എന്തോ നഷ്ടപ്പെടുന്നു. രണ്ടിലും എന്തോ ഓരോ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഘടകങ്ങൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് പുതിയ മലയാളിയും എത്തിയിട്ടുണ്ട്. ഇതുവരെ ഈ ദൃശ്യമാധ്യമങ്ങളെ പിന്തുണച്ചിട്ടുള്ള 11ാമത്തെ ചാനലിനും അതുകൊണ്ട് തന്നെ അവസരം നൽകുന്ന മലയാളിയുടെ മുന്നിൽ ഒരു ചോദ്യമായുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബിഗ് ടി വി. ഈ ഉള്ളടക്കത്തിൻ്റെ ഉൾക്കരുത്തും അവതരണത്തിൻ്റെ ഊർജവും ഒരുപോലെ കിട്ടുന്ന ഒരേ ഒരു സ്ക്രീനായിരിക്കും ബിഗ് ടി വിയുടേത്. തെളിഞ്ഞ ബോധ്യത്തോടെ കൃത്യമായും ഫാക്ച്വലായും സർ അദ്ദേഹത്തിൻ്റെയും ബിഗ് ടി വിയുടെയും ഈ വലിയൊരു ദൗത്യം എന്താണ് എന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ബിഗ് ടി വി മുന്നോട്ട് വയ്ക്കുന്ന അടുത്ത ബിഗ് സ്റ്റാർ ആരാണെന്ന് അറിയാൻ സമയമായി. ബാക്ക് ടു യു അനിൽ സർ. ശ്രീ ജോഷി കുര്യൻ. യെസ്. ഞാനൊരു ഇടുക്കിക്കാരനാണ്. കൊടുങ്കാറ്റും പേമാരിയും വന്നാലും ഞങ്ങൾ ഹൈറേഞ്ചുകാർ വാ വരട്ടെ എന്ന മട്ടിൽ നേരിടും. 24 വർഷത്തെ എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതവും ഇങ്ങനെയാണ്. ഏതു പ്രതിസന്ധിയെയും മടവാളിൻ്റെ ചുണയോടെ എതിരിടും. അങ്ങനെയാണ് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനായത്. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വലിയ സത്യങ്ങൾ തേടിയിറങ്ങിയത്. നിയമ സംവിധാനങ്ങൾക്ക് പോലും കണ്ടെത്താനാവാത്ത പോയ കുറ്റകൃത്യങ്ങൾ തേടിപ്പോയത്. ആ ഊർജത്തിൻ്റെ കരുത്തിൽ നിന്നാണ് പുതിയ ചുവടുവയ്പ്. നാടറിയേണ്ട, നാം അറിയേണ്ട സത്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. പുതിയ വാർത്തകളുടെ വലിയ ലോകം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുമ്പോൾ ഞാനുമുണ്ട്. ഐ എം ജോഷി കുര്യൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർ. സത്യമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ടീം അംഗം ജോഷി കുര്യൻ. മലയാളത്തിലെ വാർത്താ ചാനലുകളുടെ ചരിത്രം ബിഗ് ടി വിക്ക് മുൻപും ശേഷവും എന്ന് അടയാളപ്പെടുത്തണമെന്നതാണ് സുജയുടെ ആഗ്രഹം. അതാണ് ലക്ഷ്യം. എന്താണ് ശ്രീ ജോഷി കുര്യന് ഈ ബിഗ് ന്യൂസ് ടീമിൽ തോളോട് തോൾ ചേരുമ്പോൾ പറയാൻ തോന്നുന്നത്?
ഗുഡ് ആഫ്റ്റർനൂൺ. രഞ്ജിനി, രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരു വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സാധാരണഗതിയിൽ ഒരു എഡിറ്റോറിയലിൻ്റെ തലപ്പത്തേക്ക് വരിക സാധാരണ ഡെസ്കിൽ നിന്നുള്ളവരാണ്. ഈ മലയാള ദൃശ്യ മാധ്യമ ചരിത്രത്തിലെ 30 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 20 വർഷവും ഞാൻ എൻ്റെ ഭാഗമാണ്. ഈ 20 വർഷവും ഫീൽഡിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ എഡിറ്റോറിയലിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഞാൻ കരുതുന്നത് ഏതൊരു ടെലിവിഷൻ ചാനലിലും അതിൻ്റെ സൂപ്പർ താരങ്ങൾ എന്ന് പറയുന്ന അതിൻ്റെ ഫീൽഡിലുള്ള റിപ്പോർട്ടർമാരാണ്. ബിഗ് ടി വിയെ സംബന്ധിച്ചിടത്തോളം അവർ വെറും റിപ്പോർട്ടർമാരല്ല, ഫീൽഡിലുള്ള ഓരോരുത്തരും ഈ ബിഗ് ടി വിയുടെ പ്രസൻറ്റേഴ്സ്, അവതാരകരായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ പറയില്ലേ, വെയിറ്റ് ആൻഡ് സീ. ആൻഡ് വി ഷാൽ. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു വികാരമാണ് അദ്ദേഹം സ്റ്റേജിൽ പറഞ്ഞത്. ഇറ്റ് ഈസ് എ റെവല്യൂഷൻ ദാറ്റ് ബിഗ് ടി വി ഇസ് ക്രിയേറ്റിംഗ് വിത്ത് ദ ലോഞ്ച് ടുഡേ. വലിയ വലിയ മാറ്റങ്ങൾ തന്നെയാണ്. പക്ഷേ ആ മാറ്റങ്ങളും സത്യസന്ധതയോടെയാണ് എന്നതിലാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഇരിക്കുന്നത്. ഇനി ഈ മാറ്റത്തിൽ പങ്കുചേരാനുള്ള അടുത്ത വ്യക്തിയെ സ്വാഗതം ചെയ്യാൻ സമയമായി. ഹൂ നെക്സ്റ്റ് ഇൻ ടു ദ ടീം സർ? ശ്രീ എസ് വിജയകുമാർ. മലയാള വാർത്താ ചാനലുകളുടെ 2 പതിറ്റാണ്ട് കാലത്തെ വളർച്ചയ്ക്കൊപ്പമായിരുന്നു എൻ്റെ യാത്ര. ഞാൻ കണ്ട മനുഷ്യരും റിപ്പോർട്ട് ചെയ്ത വാർത്തകളുമായിരുന്നു എൻ്റെ പാഠശാല. കോടതി മുറികളിലെ വാർത്തകൾ അതിൻ്റെ ഗൗരവം ചോരാതെ ജനകീയ സ്വഭാവത്തിൽ പ്രേക്ഷകരിലെത്തിക്കാൻ ഞാൻ നടത്തിയ എളിയ ഇടപെടലുകൾ എവിടെയൊക്കെയോ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. സമൂഹ മാധ്യമങ്ങൾ വഴി എല്ലാവരും മാധ്യമപ്രവർത്തകരായി മാറുന്ന കാലമാണിത്. ഉത്തരവാദിത്വം കൂടുന്നുണ്ട്. വാർത്തകൾ എന്നാൽ വിവരങ്ങൾ മാത്രമല്ല, അതിനപ്പുറവും ആഴമുള്ള സമഗ്രതയാണ് എന്നാണ് എൻ്റെ ബോധ്യം. വാർത്തായാത്ര തുടരുകയാണ്. I am S. Vijaykumar, Executive Editor, Big TV, Big Reality. Yes, ladies and gentlemen, ഫീൽഡിലും ന്യൂസ് റൂമിലും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ശ്രീ വിജയകുമാർ, 100% ജേർണലിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പങ്ക് ഇനി ഈ എഡിറ്റോറിയൽ ടീമിലുണ്ടാവും. വാർത്തകളുടെ ലോകത്തെ വസ്തുതാപരമായ അവതരണ മികവുള്ള ഒരു സൂപ്പർ ജേർണലിസ്റ്റിനെയാണ് നമ്മൾക്ക് ബിഗ് ടി വിയുടെ എഡിറ്റോറിയൽ ടീമിൽ കെട്ടിയിരിക്കുന്നത്. സർ, എന്താണ് സാറിന് ഒരു അവസരത്തിൽ ഈ ലോഞ്ചിൽ പറയാനുള്ളത് അബൌട്ട് യു ജോയിനിങ് ബിഗ് ടി വി? യെസ്, നേരത്തെ രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 20 വർഷം ദൃശ്യമാധ്യമ മേഖലയിലുണ്ട്. അതിൽ 2 പുതിയ ചാനലുകൾ തുടക്കത്തിൽ തന്നെ, ഇതുപോലെ വേദിയിൽ നിന്ന് 2 പുതിയ ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരുമായി സംസാരിക്കാനുള്ള ഭാഗ്യം എന്നോ അവസരം എന്നോ പറയാം, അതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരു പക്ഷേ എൻ്റെ ഒരു അനുഭവം. എനിക്ക് ആത്മവിശ്വാസത്തോടെ ഈ വേദിയിൽ നിൽക്കാനുള്ള കരുത്തും അതുതന്നെയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീമിനെ പറ്റി തന്നെയാണ്. കേവലാർത്ഥത്തിൽ പറയുന്ന എഡിറ്റോറിയൽ ടീമല്ല. ഇനി ഒരു എഡിറ്റോറിയൽ ടീം ദൃശ്യമാധ്യമ മേഖലയിൽ എന്താണ്, ഒരു എഡിറ്റോറിയൽ ടീം ദൃശ്യമാധ്യമ മേഖലയിൽ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത് എന്ന് മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാൻ പോവുകയാണ്. എഡിറ്റോറിയൽ ടീമിൻ്റെ കരുത്ത്, കാമ്പ്, മലയാളത്തിലെ ദൃശ്യമാധ്യമ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്ന് കാണാൻ പോകുന്ന ദിവസങ്ങളിലേക്കാണ് ഞങ്ങൾ മലയാളത്തിലെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ഇത് ആരുടെയും PR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കില്ല, ആരുടെയും PR ടീം ആയിരിക്കില്ല. ഇത് വിശാലാർത്ഥത്തിൽ എക്കാലത്തും പ്രതിപക്ഷത്തിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കേവലം പ്രതിപക്ഷമല്ല, എക്കാലത്തും ഞങ്ങൾ പ്രതിപക്ഷമായിരിക്കും. ആ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കാൻ പ്രാപ്തമായ ജേർണലിസമാണ് ഈ വേദിയിൽ നിന്ന് എനിക്ക് ഈ ടീമിന് വേണ്ടി, ഈ ടീമിനൊപ്പം വാഗ്ദാനം ചെയ്യാൻ കഴിയുന്നത്. നമസ്കാരം. ജോർജ് സാർ ഇത് പറയുമ്പോൾ ജോർജ് ഓവൽ സാറിൻ്റെ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. ജേർണലിസം ഇസ് പ്രിന്റിംഗ് വാട്ട് someone else does not want printed. Everything else is public relations. So excited to have you as part of this team as well, sir. ഇനി അനിൽ സാർ, ഓരോരുത്തരും വരുമ്പം ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് കൂടുകയാണ്. ബിക്കോസ് ഇതൊരു ചെറിയ ടീമൊന്നും അല്ല, ഇതൊരു എഡിറ്റോറിയൽ പുലികളെയാണ് ഒരുമിച്ച് എത്തിയിരിച്ചിരിക്കുന്നത്. ഹു നെക്സ്റ്റ്? ഒരു പടക്ക. അതെ, അപർണ കുറുപ്പ്. അക്ഷരങ്ങൾ എനിക്ക് വെറും വാക്കുകളല്ല, ആയുധങ്ങളാകുന്ന ചുട്ട മറുപടികളാണ്. അതെന്റെ ദിശാബോധമാണ്, അതെന്റെ കാഴ്ചപ്പാടാണ്. നാട് മിണ്ടാൻ മടിക്കുന്നിടത്തും ഞാൻ പറയും. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, മുഖം നോക്കാത്ത ചോദ്യങ്ങൾ. സത്യത്തെ വളച്ചൊടിക്കാനും വിഴുങ്ങാനും ശ്രമിക്കുന്നവർ പേടിക്കണം. കാരണം ഇവിടെ മര്യാദകളെക്കാൾ വലുത് നീതിയാണ്. തർക്കിക്കാനല്ല ഞാൻ വരുന്നത്, ഓരോ വാക്കും തറപ്പിച്ചു പറയാനാണ്.
അപർണ കുറുപ്പ്, സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ, ബിഗ് ടി വി ബിഗ് റിയാലിറ്റി. മലയാളത്തിന്റെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്റർ നയിക്കുന്ന വാർത്താ ചാനലിൽ ഉള്ള വനിതാ ജേർണലിസ്റ്റ് ആരൊക്കെയാണ് എന്ന് പരിചയപ്പെടാനും സമയമായി. എഡിറ്റോറിയൽ ടീമിൽ എത്തിയിരിക്കുന്നത് വാർത്തയിൽ എത്ര വാസ്തവമുണ്ട് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഫാന്റാസ്റ്റിക് ജേർണലിസ്റ്റ് ആണ്. The vibrant and talented Aparna Kurup is senior coordinating editor. Welcome to the Big TV team, Aparna. മാധ്യമ ലോകത്ത് കുറച്ച് നാളായി പ്രവർത്തിക്കുന്നു. വലിയ ഒരു മാറ്റമാണ് ഇന്ന് അപർണയ്ക്കും കേരള സമൂഹത്തിനും, അല്ലേ? എന്താണ് പറയാനുള്ളത് അബൌട്ട് ബിഗ് ടി വി? ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഒരു മാറ്റത്തെക്കുറിച്ചാണ് രഞ്ജനി പറയുന്നത്. ആ മാറ്റത്തിലേക്ക് കടക്കുന്ന സമയമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ശബ്ദം ഇല്ലാത്തവരില്ല, നിശബ്ദരാക്കപ്പെട്ടവർ മാത്രമാണ് ഉള്ളതെന്നാണ് അരുന്ധതി റോയുടെ ഒരു കോട്ടാണ്. അത് ഈ നിശബ്ദത എന്ന് പറയുന്നത് വാർത്തയ്ക്ക് നേരെ വരുന്ന ഒരു കമാൻഡോ ഓർഡറോ ഒന്നും ആകണമെന്നില്ല. ആ വാർത്ത വൈകിപ്പിക്കലാകാം, ആ വാർത്ത തിരുത്തലാകാം, ഒരുപക്ഷെ ആ വാർത്ത ഇല്ലാതാക്കലുമാകാം. അങ്ങനെ പല രാഷ്ട്രീയ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ വാർത്ത ഇല്ലാതാക്കുന്നതാണ് ഏതു മാധ്യമ പ്രവർത്തകൻ്റെയും ഏറ്റവും വലിയ വേദന. സത്യത്തിന് വേണ്ടി നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്, അതേസമയം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടവുമുണ്ട്. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ബാലൻസിങ് ഭയങ്കര കഠിനമാണ്. ആ കഠിനമായിട്ടുള്ള പാത കാരണം ഈ വഴിവിട്ടു പോയ ഒരുപാട് പേരുണ്ട്. പക്ഷേ അന്തസ്സോടുകൂടിയുള്ള അതിജീവനം മാധ്യമ പ്രവർത്തകർക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് സത്യത്തിനായി പോരാടാൻ ഒരിടം കണ്ടെത്താൻ കഴിയും എന്നുള്ളത് ബിഗ് ടി വിയുടെ വിഷണറി അനിൽ അയ്യൂരിൻ്റെ ഒരു ചിന്ത മാത്രമല്ല, ഇതാണ് ബിഗ് ടി വി മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്ന ഒരു വാഗ്ദാനം. ആ സിസ്റ്റത്തിനകത്ത് നിന്ന് എങ്ങനെയായിരിക്കും നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് അത് വരും ദിവസങ്ങളിൽ കാണും. കേരളം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിൽ തൊട്ടു തുടങ്ങും ആ കലർപ്പില്ലാത്ത വാർത്ത എന്താകും എന്നുള്ളത്. അത് ബിഗ് ടി വിയുടെ വാഗ്ദാനം കൂടിയാണ്. നന്ദി. Well, we are waiting, especially because ഈ ഒരു സമയത്ത് ലോകമെമ്പാടും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടക്കുന്ന ഒരു സമയം കൂടെയാണ്. To know that you are going to be here to represent truth makes it very excited. Thomas Jefferson has once said, our liberty depends on the freedom of the press and that cannot be limited without being lost. And I think those are very, very valid words. ഇങ്ങനെ പുതിയൊരു പ്രസ്ഥാനവുമായിട്ട് നിങ്ങൾ ഇവിടെ മുന്നിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ തന്നെ ആവശ്യമാണ്. അതിന് ഒരു ഹോപ്പ് ആയിട്ട്, ഒരു ലൈറ്റ് ആയിട്ട് ബിഗ് ടി വി മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റട്ടെ. അടുത്തതാരായിരിക്കും സർ? ഐ തിങ്ക് വി ഹാവ് വൺ മോർ പേഴ്സൺ ജോയിനിങ് ദ ടീം. ലക്ഷ്മി പത്മ. ആരെയും കൂസാത്ത അധികാര ധാർഷ്ട്യം, ആണെന്ന അഹന്ത, ഉള്ളു പൊള്ളിപ്പിടഞ്ഞ പെണ്ണിനോട് ഭീഷണി, ഇതത്രയും കേരളം കണ്ടതാണ്. തുരുത്തിലെന്ന പോലെ ഒറ്റപ്പെട്ടു നിന്ന അവളെ കണ്ടു, കേട്ടു, ഒപ്പം നിന്ന് അവളെപ്പോലെ മറ്റു പലരെയും നാടറിയേണ്ടത് വിളിച്ചു പറഞ്ഞു. തോറ്റു പിന്മാറില്ല, ചുവടുകൾ ഉറച്ചതാണ്. നീതിയുടെ വെളിച്ചം കാണും വരെ മുന്നോട്ട്. ന്യൂസ് റൂമിന് പുറത്തേക്ക് നീളുന്ന സമരമാണ്, ചേർത്ത് പിടിക്കലാണ് എനിക്ക് മാധ്യമ പ്രവർത്തനം. ഐ എം ലക്ഷ്മി പത്മ, കോർഡിനേറ്റിംഗ് എഡിറ്റർ, ബിഗ് ടി വി ബിഗ് റിയാലിറ്റി. Yes, ladies and gentlemen, here is Lakshmi Padma. വാർത്താ അവതരങ്ങളിലെ വ്യത്യസ്തത കൊണ്ട്, വാർത്തയോടൊപ്പമുള്ള ആക്ടിവിസം കൊണ്ട് ശ്രദ്ധ നേടിയ നമ്മുടെ സ്വന്തം ലക്ഷ്മി പത്മ. We are so proud to have you as part of the editorial team of Big TV 24/7. The job of the newspaper is to comfort the afflicted and afflict the uncomfortable. Those are very strong words as well. When you join the team, what excites you the most about Big TV? എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? വാട്ട് ആർ യു ഹിയർ ഫോർ ടു ഡു? ഹായ് ഓൾ. സത്യത്തിൽ ഞാൻ ഈ ടീമിനൊപ്പം നിൽക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ മാധ്യമപ്രവർത്തനം ഞാൻ സൂര്യ ടി വിയിൽ നിന്ന് തുടങ്ങിയതാണ്. അന്നു മുതൽ ഏറ്റവും അവസാനം ന്യൂസ് മലയാളത്തിൽ ആണ് ഞാൻ ജോലി ചെയ്തത്. ഈ ടീമിൽ, ഈ നിൽക്കുന്ന എഡിറ്റോറിയൽ ടീമിൽ 3 പേർക്കൊപ്പമാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. എസ് വിജയകുമാർ, ജോഷി കുര്യൻ, സുജയ പാർവതി. അനിൽ അയ്യൂരിനൊപ്പവും വേണു ബാലകൃഷ്ണനൊപ്പവും ഞാൻ ജോലി ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടിച്ചേരുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ, അവരിൽ ഒരാളായി നിൽക്കുമ്പോൾ ശരിക്കും പ്രൗഡാണ്. അനിൽ അയ്യൂർ എന്തൊക്കെയാണ് ദൃശ്യമാധ്യമ രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്തു വരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ സത്യത്തിൽ ഞാൻ ഇത് സാറിനോടോ ഈ ടീമിനോടോ പറഞ്ഞിട്ടില്ല. എൻ്റെ വളരെ അടുത്ത ദൃശ്യമാധ്യമ രംഗത്തെ വളരെ കാലം പരിചയമുള്ള ഒരു സുഹൃത്തിനോട് ചോദിച്ചു.
മറ്റൊരാളെ പോലെ ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ഉപദേശം ചോദിച്ചപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കാനില്ല, ടെലിവിഷൻ മേഖലയിലെ രാജമൗലിയാണ് അനിൽ അരൂർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് സാറിലുണ്ട്, ഈ ടീമിലുണ്ട്, സുജയ പാർവതിയിലുണ്ട്, എൻറ്റയർ ടീമിൽ. അതിനുശേഷം നമ്മളോടൊപ്പം ചേർന്ന എല്ലാ ടീമിലും, ഈ ബിഗ് ടീമിൽ വലിയ വിശ്വാസമാണ് ഉള്ളത്. 11ാമത് ഒരു ചാനൽ എന്തിനാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ബിഗ് ടി വി. എന്നിലുള്ള ജേർണലിസ്റ്റിനെ വളരെ നന്നായി പ്രകാശിപ്പിക്കാനുള്ള ഒരു ഇടമായിരിക്കും ബിഗ് ടി വി എന്ന തിരിച്ചറിവിലാണ് ഞാൻ ചേർന്നത് ഇവിടെ. താങ്ക് യു ലക്ഷ്മി ഫോർ യുവർ ദൃഢമായ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിന് വി ആർ വെരി ഹാപ്പി. ലക്ഷ്മിയുടെ സാന്നിധ്യവും പ്രൊഫഷണൽ മികവും ഒക്കെ ബിഗ് ടി വിക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാവും. അതുപോലെ തന്നെ ലുക്ക് അറ്റ് ദിസ് ഫാന്റാസ്റ്റിക് ടീം. I mean, this is the editorial team of Big TV. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ they have already revolutionized the field of journalism, അവരുടെ കോൺട്രിബ്യൂഷൻസിലൂടെ. പക്ഷേ ഇവർ ഇപ്പോൾ ഒരുമിക്കുകയാണ് ഒരൊറ്റ ചാനലിൻ്റെ പേരിൽ, and that is Big TV 24/7 Malayalam. And what also makes me happy is, if you see, there is kind of equal representation, അല്ലേ? I see 3 women journalists as part of the editorial team. ഞാൻ നേരത്തെ ചോദിക്കേണ്ടായിരുന്നു, ബിക്കോസ് എൻ്റെ ബ്രീഫ് ചെയ്തുകൊണ്ടിരുന്നപ്പം a lot of women, കുറേ സ്ത്രീകളായിരുന്നു എൻ്റെ അടുത്ത് വന്ന് ബ്രീഫ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് നമ്പേഴ്സ് പറഞ്ഞു. ഇവിടെ ഒരു മനഃപൂർവ്വം ചെയ്തതല്ല, ടാലൻറ്റിൻ്റെ ബേസിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയപ്പോൾ പോലും കിട്ടിയിരിക്കുന്നത് ഒരു ഈക്വൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റിപ്പോർട്ടേഴ്സിനെയാണ്. ആൻഡ് ദാറ്റ് മേക്സ് മീ സോ ഹാപ്പി, you know, that without even knowing, you're able to create change by the small things that's happening within Big TV. So definitely big things happening. നേരത്തെ അനിൽ അരൂർ സർ പറഞ്ഞൊരു കാര്യം ഇത്തവണ വീണ്ടും എടുത്തു പറയേണ്ടതുണ്ട്. This is the Big TV 24/7 Malayalam editorial team, right? പക്ഷേ you got inspired by the Telugu editorial team because അവർ വളരെ ഫിയർലെസ് ആയി അവരുടെ കണ്ടന്റ് ടീമിന് ഒരു ഇൻ്റർഫിയറൻസും ഇല്ലാതെ പ്രവർത്തിച്ചതിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ has been taken towards the Malayalam side. So I think it's only right for us to welcome the Telugu editorial team here on stage, who have been a reason for this amazing team coming here. Can I please welcome the Telugu editorial team on stage? Can we give them a loud round of applause? Sir, can you call them out, please? Pawan also. Satish, Sataj, Hema. Please come. I think you should give them a louder round of applause. They are doing incredible work in Telugu for Big TV Telugu. Vijay sir is the chief chairman of the group chairman of the Big TV network, which includes a very successful Telugu channel. Anil sir, 2 words about them. Yeah, നിങ്ങൾക്ക് തെലുങ്ക് അറിയില്ലെങ്കിലും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം പറയാം. ഇതിനകത്തൊരു സുജയുണ്ട്, ഇതിനകത്തൊരു വേണുഗോപാലകൃഷ്ണനുണ്ട്, ഇതിനകത്തൊരു എസ് വിജയകുമാറുണ്ട്, ഇതിനകത്തൊരു ജോഷിയുണ്ട്. ഞാൻ കറക്റ്റ് അതിൽ പറഞ്ഞതെല്ലാം അതേ കോമ്പിനേഷനിൽ ഇതിലുണ്ട് അവരുടെ ലാംഗ്വേജിൽ. സോ ദേ ആർ ഡൂയിങ് വണ്ടർഫുൾ ജോബ്. Satish sir is the managing editor. Ashok is the executive editor. Ashok sir? Yeah. They all speaking Telugu. So then that will be... ആള് കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് ഒരു പൊളിറ്റീഷ്യൻ്റെ മകനെ റോസ്റ്റ് ചെയ്ത് അയാളൊരു മോശമായ ഒരു സോങ്, നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ള വാക്കുകൾ വെച്ചിട്ടൊരു സോങ് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. Ashok അത് ബ്ലാസ്റ്റ് ചെയ്തു. സോ ഈസ് ദ എൻ്റയർ കമ്മ്യൂണിറ്റി, തെലുങ്ക് കമ്മ്യൂണിറ്റി ഈസ് ആക്ച്വലി സപ്പോർട്ടിങ് ഹിം. ആൻഡ് അവിടുത്തെ വേറൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ മറ്റു ടെലിവിഷൻ നെറ്റ്വർക്കിലെടുത്തു. അത് കേരളത്തിൽ ചെയ്യുമോ? നമ്മൾ ഇത്രയും ലിറ്ററേറ്റ് ആയിട്ടുള്ള കേരളത്തിൽ നടക്കാത്ത കാര്യം തെലുങ്കിൽ നടന്നു. സോ ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. I think once again, can we give them all a loud round of applause? Satish, managing editor; Ashok, executive editor; Sumati, Ganesh, Subhi, Satraj, and Rohit. They are Big TV team from Telugu. Thank you so much for being here with us. Yeah, that's also. And Sumati, the senior most person from the industry, like Asianet, is one of. And rest of the all team. I mean,
I don't need name anyone. So I think this is an apt moment because they are already the experts. They have already proved their worth. Ini, it's time for Malayalam TV, big TV, 24/7 Malayalam to take on. So I think I want you all to go give them a best of luck, shake hands, and pass on the responsibility. Why don't you do it right now? Come on. You should give a loud round of applause because this is a very important moment. Telugu Big TV has proved its mettle. Ini Malayalam our responsibility ഏറ്റെടുക്കുകയാണ്. സത്യം മാത്രം സംസാരിക്കാൻ പോകുന്ന നിശബ്ദരായവരുടെ ശബ്ദമായി മുന്നിലെത്താൻ പോകുന്ന പക്ഷഭേദമില്ലാത്ത ഒരു ന്യൂസ് ചാനലായിട്ടാണ് ബിഗ് TV 24/7 മലയാളം എത്താൻ പോകുന്നത്. All the very best to both the teams. And can we have one big thank you so much to the entire team. Thank you so much. Thank you very much. Exciting moment തന്നെയാണ്. I request Anil sir and Vijay sir to please stay back. Can you take the mic, please? Thank you so much. Big TV 24/7 അവരുടെ മലയാളം ന്യൂസ് ചാനലായിട്ട് ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങളുടെ മുന്നിൽ എത്താൻ പോവുകയാണ്. അതിൻ്റെ എഡിറ്റോറിയൽ ടീം കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ ഒന്നുകൂടെ കൂടി. But now there are several other people who are playing such an important role in making this big reality come to fruition. It's time for us to talk business and strategy. വളരെ സ്പെഷ്യലായ നമ്മളുടെ അടുത്ത ഗസ്റ്റിനെയാണ് വിളിക്കാൻ സമയം. He's the co-founder and director of Big TV 24/7 Malayalam, leading the relaunch of Big TV Telugu and also the group CEO of Times 7. ആരാണ് എന്ന് നമുക്ക് നോക്കാം. Mr. Jignesh Rana, co-founder, director, Big TV Malayalam, Group CEO, Times 7. Sir, we are so excited to have you here as part of the launch of Big TV Malayalam as well as the co-founder and director. Jignesh ji, we request you to please speak a few words on this momentous occasion. Thank you. First of all, thank you for all of you to grace this occasion. I would welcome Vijay sir. Sir, welcome to Kerala. And it's very kind of you to be present over here. He has given enough time to us out of his busy schedule. Enough time is 2 weeks. That's very important nowadays, sir. Yeah. So when I speak of Big TV, coming from marketing and even today being a student of marketing, we are addicted for 4 Ps, 5 Cs, so like that. So, so in Big TV also, I would basically break it into 5B. Like we started with big aspiration, Okay. some big dreams, that then shifting, towards belief, ki yes, we will do this, we are coming up with this. Once our belief was, it was sealed, then it was time for the board discussions. So Excel sheets, those presentations, how structure would be, all those things. Then we moved to the next and fourth, the most important big B is our, sir, very, very, very extremely talented team. So to, get our entire, team on board. And trust me when I say the team which we have, okay, today it's, I will not even say one of the best. Sir, I can very proudly say this is the best Malayalam team, available today in my entire Malayalam media. So I am that confident about that. And, then this then shifts to the launch of Big TV. So, this is how my 5B goes when it comes to Big TV. Besides that, once again, I congratulate, our group chairman, Vijay sir, for this wonderful, occasion which he has presented to us. I would, congratulate our managing director and chairman, Anil Ayur sir. And I would once again congratulate the entire team of Big TV. Guys, one round of applause for you guys. Thank you. Thank you so much. Such a joy having you be the co-founder of this amazing institution that is going to create a huge shift in the way we look at journalism and the field of news. Thank you so much, sir. You may be seated.
Okay, now it's time for me to introduce കുറച്ച് senior leadership positions-നുള്ള കുറച്ച് ആൾക്കാരെ. It's time for us to meet the people working behind the scenes to make Big TV ഒരു technical marvel. You do understand that ഇതിന് മുന്നിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടാലും ന്യൂസ് അവതരിപ്പിച്ചാലും technically and innovatively we need a lot of people coming together to put excellent quality of work out there. It's time for me to invite Mr. Gopan G. He's our Chief Innovations Officer, and Mr. Anup John, Chief Content Officer, to the stage. ബിഗ് ടി വിയെ ഒരു ടെക്നിക്കൽ മാർവൽ ആക്കാൻ വേണ്ടിയാണ് ഇവരെത്തുന്നത്. അനിൽ സർ തീർച്ചയായിട്ടും ഇവരെ കുറിച്ച് ഒരു 2 വാക്ക് പറയണം. ഗോപൻ അനൂപ് ഇവർ ബിഹൈൻഡ് ദ ക്യാമറയിൽ വർക്ക് ചെയ്യുന്ന ക്രിയേറ്റീവ് മാസ്റ്റർ ബ്രെയിൻസ് ആണ്. ഞങ്ങൾ നേരത്തെ ലോഞ്ച് ചെയ്ത വർക്ക് ചെയ്ത എല്ലാ സക്സസ്ഫുൾ ചാനൽസിലും ഈ ടീമിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടെക്നോളജിയിലും ബ്രാൻഡിങ്ങിൽ നമ്മളൊരു വിഷൻ നമ്മൾ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രിസൈസായിട്ട് വ്യൂവറിലെത്തിക്കാൻ, വളരെ സെക്കൻഡുകൾ കൊണ്ട് പറയുന്ന മെസ്സേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ അവർക്കൊരു സ്കിൽ അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. സോ ഐ തിങ്ക് Gopan almost got 13 Pro Max awards. Wow. There is international awards. And I could say there is nobody in South India that much of awards got by a single person. And out of 13, I think 8 is gold and 4 is silver. So that's another thing. Anup also is a brilliant content maker. ആൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും, പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യും. യു നോ ഹൗ ടു എൻഗേജ് ദ വ്യൂവേഴ്സ്. സോ ഇങ്ങോട്ട് എൻ്റർടൈൻമെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബട്ട് വാട്ട് ഈസ് എൻ്റർടൈൻമെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, എന്താണ് ന്യൂസിൽ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോൾ റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് എൻ എൻ്റർടൈൻമെൻറ്റ് ചാനൽ. വി ആർ ഡൂയിങ് സംതിങ് എൽസ്. We can't wait for it. In fact, Anup was my just ഇപ്പോൾ കഴിഞ്ഞ ഷോൻ്റെ പ്രൊഡ്യൂസർ. എന്നിട്ട് ഞങ്ങളെ വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ വഴിയാധാരമായി പോയി ആ സമയത്ത്. ഇപ്പോൾ അവിടെ ഒന്നുമില്ല. അതെ. But thank you so much. Give them a loud round of applause, ladies and gentlemen. Big TV's technical marvel, Mr. Gopan G, Chief Innovations Officer, and Mr. Anup John, Chief Content Officer. അടുത്തത് അതിന് thank you so much. Exit ചെയ്യാം. അടുത്തത് is yet another fantastic personality who's joining the team of Big TV. The one thing I can tell you for sure is there are some really big names in your industry. They have proved their worth in the work that they do. And one of the things that they said is how great they are creatively, how great they are at execution, and how responsible they are. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടേഴ്സ് ആയി മാറുന്ന ഒരു മേഖലയാണ് ന്യൂസ് ജേർണലിസം. So there is definitely a lot of things that's happening. So let's find out who's joining them next. It's none other than Yamuna SM. And I'm very excited to see Yamuna here because I feel like she was missing in action. It's back to ready to see her in action. എനിക്കൊന്ന് യമനെ പറ്റി ഞങ്ങൾക്കറിയാം, ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റിയ രഞ്ജിനിയായിരുന്നു. അതെ അതെ, എൻ്റെ അനൂപിന്റെ മുമ്പത്തെ പ്രൊഡ്യൂസർ ആയിരുന്നു യമുന. എന്നെ പ്രൊഡ്യൂസ് ചെയ്തതല്ല, ഷോൻ. So better you talk about her. I think Yamuna is a capable producer, a woman separately, a great individual. ഭയങ്കര കഴിവുണ്ട്. കഴിവുള്ള വ്യക്തികൾ മുന്നേറണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ത് കാര്യം ഏൽപ്പിച്ചാലും സ്വന്തമായിട്ടൊരു അഭിപ്രായമുണ്ട്, ക്ലാരിറ്റി ഉണ്ട്, മറ്റുള്ള ആൾക്കാരുടെ പറയുന്നതിലൊന്നും വീഴില്ല. പക്ഷേ നമ്മൾക്കൊരു അഭിപ്രായമുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഷീസ് ഓൾസോ ഓപ്പൺ ടു ഇറ്റ്. സോ ഐ ഫീൽ ദാറ്റ് റെവല്യൂഷൻസ് ആൻഡ് ചേഞ്ചസ് ആർ മെയ്ഡ് വെൻ ഇൻഡിവിജ്വൽസ് ഹാവ് എൻ ഒപ്പീനിയൻ ആൻഡ് ആർ ഓക്കെ ടു റിയാക്ട്. ആൻഡ് ഐ തിങ്ക് ഷീസ് എ വുമൺ ഹു റിയാക്ട്സ് ആൻഡ് എ ന്യൂസ് ചാനൽ വിൽ ഓൺലി ബെനിഫിറ്റ് ഫ്രം എ പേഴ്സൺ ലൈക്ക് Yamuna. And I'm so happy to see you here. Thank you so much. Sir. Same reason I എടുത്തത്. അതെ, എനിക്കറിയാം. So wonderful to have you here, Yamuna, as a big part of the senior leadership at Big TV.
അടുത്തത് we would like to welcome two people together. Strategy and revenue എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ് ഈ മേഖലയിൽ. So would you like to welcome them? Definitely. So Chief Revenue Officer Rajiv and Vice President Media Solution Mithun. Yes, ladies and gentlemen, nallor kaidode. Let's welcome Mr. Rajiv TV. He's our Chief Revenue Strategy and Officer, and Mr. Mithun Raj RJ, VP Revenue Strategy. Anand sir, ivare endukonde nammude teamilekku include cheyidu ennu ariyanoru thalpariyam. ടാലൻറ്റുകൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടണം. സോ മോസ്റ്റ്ലി നമ്മളെപ്പോഴും സംഭവിക്കുന്നത് മീഡിയ ഹൗസസിൽ എപ്പോഴും സംഭവിക്കുന്നത് അത് എനി മേഖലയായിക്കോട്ടെ, ലെറ്റ് ബി റവന്യൂ, പ്രൊമോഷൻ, മാർക്കറ്റിംഗ്, കണ്ടന്റ് മേക്കിംഗ്, സോ മച്ച് ഓഫ് ടാലൻ്റ് ഉണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പല ഓർഗനൈസേഷനിലും സംഭവിക്കുക ഈ ടാലൻറ്റിനെ ഇഗ്നോർ ചെയ്യും ആൻഡ് ഇറ്റ് ഗെറ്റ് ആക്ച്വലി സ്പോയിൽഡ്. സോ വി തോട്ട് ഓഫ് നേച്ചറിങ് ടാലൻറ്റ് ഫ്രം budding stage to next level. So these are the people who actually came up from the very, you can say അവരുടെ ഒരു തുടക്കകാലം സാധാരണ പോലെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അത്ര അംഗീകാരം കിട്ടിയെന്ന് തോന്നുന്നില്ല. ബട്ട് വി ഗിവൺ ദ ചാൻസ് ആൻഡ് ആ ചാൻസ് അവർ പ്രൂവ് ചെയ്തു മൾട്ടിപ്പിൾ ടൈംസ്. I think they represent the sales side of the company as well. And very important ആയ മുഖ്യമായ ഒരു മേഖല കൂടിയാണ് sales. അവരുടെ റേറ്റിംഗ് ഒന്നും നോക്കാതെ they go above and beyond what is asked of them selflessly, and that truly marks really amazing individuals and great talent. So wonderful to have both of you as well. നമ്മളെപ്പോഴും വിളിക്കുന്നത് നമ്മുടെ റേറ്റിംഗ് എല്ലാവരും ഇതിനെക്കുറിച്ച് കുറച്ച് വലിയ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നമ്മുടെ എല്ലാ മീഡിയയും റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടതിലധികം ക്ലയൻറ്റ്സ് ഇവിടെയുണ്ട്. സോ ക്ലയൻറ്റ്സിന് വേണ്ട സൊല്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റവന്യൂ വരാൻ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. സോ അത് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ വേറെ എന്തിനോ പുറകെ പോവുകയാണ്. സോ ദീസ് ആർ ദ പീപ്പിൾ, അവർ വേറെ ഇന്നോവേഷൻ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. സോ റവന്യൂ ഈസ് കമ്മിങ് ഫ്രം ദാറ്റ്. Like we said, big changes are going to happen with Big TV 24/7 Malayalam. Thank you so much to both of you. Orikal kude thank you for joining the team. Nalloru kaidi for Mr. Rajiv TV and Mr. Mithun Raj RJ, the Chief Revenue Strategy and Officer and VP Revenue Strategy. Thank you so much for joining the channel. Now sir, it's time for us to invite the whole editorial team on stage together, because ini nammal introduce cheyan povunathu korchu adhigam aalkareyana. Ningalde oru team undu, editorial team matramalla ivarude keezhil veliya ഒരു ടീമുണ്ട് ഓഫ് റിപ്പോർട്ടേഴ്സ്, റീഡേഴ്സ് ആൻഡ് സോ മെനി മോർ. ബട്ട് ഐ തിങ്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യം എഡിറ്റോറിയൽ ടീം അംഗങ്ങൾ തന്നെയാണ്. Can I please welcome all of the members of the editorial team to please join us back on stage. News Director Venu Balakrishnan, Chief Editor Sujaya Parvati, Executive Editor Joshi Kurian, Executive Editor S. Vijay Kumar, Senior Coordinating Editor Aparna Kurup and Coordinating Editor Lakshmi Padma. Can I please welcome you all on stage. നല്ലൊരു ഐഡിയ ആവാം. വാർത്തകൾ നമ്മുടെ മുന്നിൽ എത്തിക്കാനിരിക്കുന്ന വാർത്താ അവതാരകരെയും വെയിലിലും മഴയിലും ഫീൽഡിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ പൊരുതാനിരിക്കുന്ന റിപ്പോർട്ടർമാരെയും ഇനി വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള സമയമാണ്. ഓരോരുത്തരും ബിഗ് ടിവിയുടെ ഓരോ പ്രേക്ഷകരുടെയും കണ്ണും കാതും ആയി മാറാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. So it's time for us to see who will be coming to your living rooms every day in just a few days. I would like to request Venu sir and Sujaya to introduce your fantastic team of news anchors. News anchors ആയി ആരൊക്കെയാണ് ബിഗ് ടി വി 24/7 എത്തുന്നത് അവരെ പരിചയപ്പെടാൻ സമയമായി. Venu sir and Sujaya, over to you. നല്ലൊരു പറഞ്ഞിരുന്നല്ലോ പല സർപ്രൈസുകളും ഉണ്ടാകും ഈ ചാനലിന് എന്ന്. അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ തരുന്നത്. ആദ്യം ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് രേണു ജോസഫ്. അടുത്തതായി വരുന്നു ബിനിൽ പോത്തൻ ബാബു. അമല ജോസ്. ആര്യ സുരേന്ദ്രൻ. കൈയ്യടി നിൽക്കണ്ട, ബോംബുകളാണ് നമ്മൾ ഇടുന്നത് 1 by 1. വിഷ്ണുപ്രിയ. അഖില രവീന്ദ്രൻ. ധന്യ കിരൺ. ധന്യ വിശ്വം. ശ്രീനിത കൃഷ്ണൻ. അതുല്യ രാഘവൻ. മീര മനോഹരൻ. Yes, here we go.
These are our wonderful panel of news anchors at Big TV 24/7. ഒന്നുകൂടെ വെടിക്കെട്ടായിട്ടൊരു കയ്യടി ആവട്ടെ. ഇവരോരോരുത്തരും അവരുടേതായ മേഖലകളിൽ തെളിയിച്ചവർ തന്നെയാണ്. പക്ഷേ വലിയ മാറ്റങ്ങളുമായി അവർ നിങ്ങളുടെ മുന്നിലെത്തുന്നു ആസ് ന്യൂസ് റീഡേഴ്സ്. താങ്ക് യു സോ മച്ച്. നിങ്ങളിൽ നിന്ന് വലിയ വലിയ പ്രതീക്ഷകളാണ് നമ്മൾ പ്രേക്ഷകർക്ക്. ബിഗ് ടിവിയുടെ മുഖമായി എല്ലാവരുടെയും സ്വീകരണ മുറിയിൽ ഇനി നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ടു ദി ന്യൂസ് റീഡേഴ്സ്. താങ്ക് യു വെരി മച്ച്. All right. Ini, the feet on the ground. The real strength of any news channel. Big TVയുടെ കരുത്തരായ റിപ്പോർട്ടേഴ്സ് ആരാണ് എന്ന് കണ്ടെത്താനാണ് നമ്മൾക്ക് ഇനി ഒരു അവസരം. വേണു സർ ആൻഡ് സുജയ, I think you should do the honors again. ബിഗ് ടിവിക്ക് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാകും, SIT. അത് ഹെഡ് ചെയ്യുന്നത് ഡോക്ടർ ജി പ്രസാദ് കുമാർ. മൾട്ടി-പേഴ്സൺ ബ്യൂറോകളെ ഹെഡ് ചെയ്യാനുമുണ്ട് ബിഗ് ടിവിക്ക് കരുത്തുറ്റ ഒരു വനിത. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു PR പ്രവീണ. സാനിയോ CS, സുർജിത് അയ്യപ്പത്ത്, വൈശാഖ് കോമാട്ടിൽ, അലി അക്ബർ ഷാ, അഷ്കർ അലി കലിംബ, പ്രശാന്ത് നിലമ്പൂർ, ജെയ്സൺ മണിയങ്ങാട്, നിതിൻ അംബുജൻ. ബിഗ് ടിവി വരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മതസ്ഥാപനത്തിന്റെയും പിൻബലത്തിലല്ല. ഇത് അടർച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമാണ്. ദ വോയിസ് ഓഫ് ദ വോയിസ്ലെസ്. AI വിപ്ലവം നടക്കുന്ന ഈ ജൻസി കാലഘട്ടത്തിൽ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയും വാർത്തയുടെ സത്യസന്ധതയും എങ്ങനെ സമന്വയിപ്പിക്കാം എന്ന് ബിഗ് ടിവി ലോകത്തിന് കാണിച്ചു കൊടുക്കും. ആൻഡ് അത് നമ്മൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ എത്തുന്ന ഫീൽഡിലെ റിപ്പോർട്ടേഴ്സാണ് ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത്. ഒരു എക്സാംപ്ലറി ആയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. വിരസമായ ചർച്ചകൾക്ക് പകരം ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന പച്ചയായ വാസ്തവങ്ങളായിരിക്കും ബിഗ് ടിവിയിലൂടെ ഇവർ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. അല്ലേ വേണു സർ? തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല രഞ്ജിനി, കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട് നമുക്ക്. ആദ്യത്തെ 10 മാത്രമാണിത്, ഇനിയും വരുന്നുണ്ട്. Oh, we can't wait for it. Let's go. Can I please request Joshi and Aparna to please welcome the remaining? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ഫീൽഡിലെ സൂപ്പർ സ്റ്റാർസ് ആണ് നമ്മുടെ റിപ്പോർട്ടേഴ്സ്. അവരെ ഓരോരുത്തരെയായി വീണ്ടും ബാക്കിയുള്ളവരെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം കോഴിക്കോട് ബ്യൂറോയുടെ ചുമതല വഹിക്കുന്ന ശ്രീ ദീപക് മലയമ്മ. വാർത്തയുടെ തീപ്പൊരി മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ, അത് ഓൺ സ്ക്രീനിൽ ആളിക്കത്തിക്കാൻ ശക്തിയുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർ ടീമിന്റെ ഭാഗമായി. അടുത്തത് ഷബീർ ഒമർ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. അടുത്തത് അഞ്ജു ജയപ്രകാശ്, അഹമ്മദ് മുജ്തബ, ദിലീപ് ദേവസ്യ. ദിലീപിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, ദിലീപിന്റെ ജന്മദിനമാണ്. അതെ, ഹാപ്പി ബർത്ത്ഡേ ദിലീപ്. എവിടെ ദിലീപ്? ഒന്ന് കൈപൊക്കിക്കേ എല്ലാവരും. ഹാപ്പി ബർത്ത്ഡേ ഫ്രം ഓൾ ഓഫ് us. ആർ അരുൺ രാജ്, സമീർ ബിൻ കരീം, സൂരജ് സജി, കൃഷ്ണേന്ദു, ലിനറ്റ് വർഗീസ്. നല്ലൊരു കൈഡിയാവാം ഫോർ ദിസ് എക്സാംപ്ലറി ടീം ഓഫ് റിപ്പോർട്ടേഴ്സ്. ഇനിയും കുറച്ചുപേരെ കൂടെ വിളിക്കാനുണ്ട്. താങ്ക് യു വെരി മച്ച് ജോഷി ആൻഡ് അപർണ. കയ്യടിയുടെ ശക്തി ഒന്ന് കുറഞ്ഞു. അടുത്ത 10 പേരെ വിളിക്കാൻ, അടുത്ത ആൾക്കാരെ 10 പേരല്ല 11 പേരെ വിളിക്കാൻ. വിജയ് കുമാർ ആൻഡ് ലക്ഷ്മി, can I please welcome you on stage? Please go ahead. യെസ്, ഗ്രൗണ്ടിൽ നിന്നുള്ള നമ്മുടെ പോരാട്ട വീര്യത്തിന് അവസാനമില്ല. അടുത്തതായി വേദിയിലേക്ക് വരുന്നു ശ്യാം കുമാർ. വാർത്തയുടെ പച്ച നിലത്ത് നിന്ന് നമുക്ക് വിവരങ്ങൾ എത്തിക്കുവാനുള്ളവർ ഇനിയുമുണ്ട്. അർച്ചന രവീന്ദ്രൻ, റാഫി കരീം, ചിൻറ്റു ജെ ദാസ്, ഐഷത്തുൽ ഷംന, മാർവില വർഗീസ് പോൾ, ഷഫീഖ് ഇളയിടം, സുജിത് സുരേന്ദ്രൻ, സലീം മാലിക്, അശ്വിൻ വെള്ളർ, അഞ്ജന അനിൽകുമാർ. നല്ലൊരു കൈഡിയാവാം. ഇതാണ് ഇനി മുതൽ ബിഗ് TV 24/7 മലയാളത്തിന്റെ മുഖങ്ങളായി ഇവരാണ് നമ്മളുടെ സ്ക്രീനിൽ എത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മുഹൂർത്തം തന്നെയാണ്. വി ആർ സോ എക്സൈറ്റഡ്.
ഒരിക്കൽ കൂടി ഒരു നല്ലൊരു കൈഡി കൊടുക്കാം. ബിക്കോസ് വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഇവർ നൽകിയിരിക്കുന്നത്. പക്ഷെ അതിന് കൂടെ ഒരു സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മേക്സ് റിപ്പോർട്ടിംഗ് വെരി വെരി എക്സൈറ്റിംഗ്. വെൻ യു ഹാവ് ദാറ്റ് ഫ്രീഡം ടു സ്പീക്ക് ദ ട്രൂത്ത്, then it becomes very important to the society that we live in. So thank you so much to the team. Well done, Big TV. All the very best. എല്ലാരെയും കാണാം ശേഷം സ്ക്രീനിൽ. Thank you. I request Anil sir and Vijay sir to please stay back. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് വാർത്തയിലെ മുന്നിൽ പ്രവർത്തിക്കാൻ പോകുന്ന റീഡേഴ്സിനെയും റിപ്പോർട്ടേഴ്സിനെയും ഒക്കെയാണ്. അതിൻ്റെ കൂടെ അവർക്ക് വേണ്ടി ഇതെല്ലാം സെറ്റാക്കി കൊടുക്കുന്ന നമ്മുടെ എഡിറ്റോറിയൽ ടീമും. പക്ഷേ വാർത്തയിലെ പിന്നിലെ കരുത്തുറ്റ കരങ്ങൾ നമ്മുടെ ന്യൂസ് ഡെസ്ക് ടീം ആരൊക്കെയാണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുമുണ്ട്. ബിക്കോസ് ഇവരെല്ലാവരും ഒരുമിച്ച് ശക്തമായി വന്നാൽ മാത്രമേ ഏറ്റവും മികവുറ്റുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ടു ടെൽ us who these people are, I'd like to welcome Renu. ആരാണ് എന്ന് പറയാനായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. രഞ്ജിനി പറഞ്ഞ പോലെ തന്നെ മുന്നിൽ നിൽക്കുന്നവരെ എല്ലാവരും കാണും, മുന്നിൽ വന്ന് സംസാരിക്കുന്നവരെ എല്ലാവരും കാണും, ന്യൂസ് റീഡേഴ്സിനെ എല്ലാവരും കാണും, താരങ്ങളായി പരിഗണിക്കും. പക്ഷേ ഒരു ന്യൂസ് റീഡർ, ഒരു ന്യൂസ് പ്രസൻറ്റർ നിങ്ങളുടെ ടി വിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ കഠിനാധ്വാനത്തിൻ്റെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അവർ ഓരോരുത്തരെയും നമുക്ക് മനോഹരമായി ആ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഏറ്റവും മനോഹരമായ വാർത്തകൾ പ്രാധാന്യത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ആ എൻറ്റയർ ഡെസ്കിനെ, ആ ടീമിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻറ്റയർ ടീം, ഓരോരുത്തരെ പേരെടുത്ത് വിളിക്കാൻ പറ്റില്ല, നമ്മൾ വലിയൊരു ഡെസ്ക് ടീമാണ്. അപ്പോൾ ആ ഡെസ്കിലുള്ള എല്ലാവരും, കാരണം പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, അവരെ നമ്മൾ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഡെസ്കിലുള്ള ആ എൻറ്റയർ ടീം, ഓരോ ന്യൂസ് റീഡറിനെയും ഓരോ ന്യൂസിനെയും ഭംഗിയാക്കുന്ന, ഓരോ നിമിഷവും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ടീം കഠിനാധ്വാനം കൊണ്ട് പലപ്പോഴും ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ പുതിയ വാർത്തകൾ തേടിയെത്തിക്കുന്ന റിപ്പോർട്ടേഴ്സിനെയും റീഡേഴ്സിനെയും അവരുടെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന, പലപ്പോഴും മുഖങ്ങൾ മുന്നിൽ വരാത്ത ആ ഡെസ്ക് ടീമിനെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതാണ് ബിഗ് ടിവി വിതൗട്ട് ഫിയർ ഓർ ഫേവർ നമ്മൾ കാണിക്കാൻ പോകുന്നത്. വിതൗട്ട് ഫിയർ, വിതൗട്ട് ഫേവർ, ഈ ഒരു ടീമാണ് മറ്റുള്ള എല്ലാവരെയും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ ദിസ് ഈസ് അവർ ടീം. താങ്ക് യു വെരി മച്ച് രേണു. വാർത്തയിലെ പിന്നിലെ കരുത്തുറ്റ കരങ്ങൾ ഇവരുടേതാണ്. The news desk team, can we give them a loudest round of applause? Big TV 24/7 മലയാളത്തിലൂടെ ഇനി ഇവരുടെ എല്ലാവരുടെയും കഴിവുകളാണ് ഞങ്ങളുടെ ലിവിംഗ് റൂമിൽ എത്താൻ പോകുന്നത്. Here's wishing the team the very best. We're so excited for this journey. Thank you so much. Thank you. Sir, Vijay sir and Anil sir, please stay back because ഇന്നത്തെ ഈ ഫുൾ പരിപാടിയുടെ മെയിൻ ആയിട്ടുള്ള സംഭവത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു this is a press meet and a logo launch. Ladies and gentlemen, finally it is time for us to do the logo launch of Big TV, which is a big reality. മഹത്തായ ഒരു ദിവസം തന്നെയാണ് ഇത്. This is it, the moment that we've all been waiting for. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ ഒരു ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു അവസരത്തിൽ അനിൽ സർ ആൻഡ് വിജയ് സർ ആയിരിക്കും നമ്മുടെ കൂടെ സ്റ്റേജിൽ ഉണ്ടാവുക. ബിഗ് ടി വിയുടെ അടയാളവും അതുപോലെ തന്നെ വാല്യൂവും എല്ലാം തന്നെ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യാനുള്ള ഒരു സമയമാണ്. സർ, ഷാൽ വി ഡു ദ ബിഗ് ലോഞ്ച്? It's an exciting moment for us. Group Chairman of Big TV Network, Shri Vijay sir is here with us. And of course, Founder and Chairman of Big TV 24/7 Malayalam, Anil Airur sir is here with us as well. I request both you gentlemen to please launch Big TV in front of the Malayali audience right now. What you have to do is go to the launch pad and ready ആവുമ്പം sir രണ്ട് വാക്ക് പറഞ്ഞിട്ട് അതങ്ങ് പ്രസ് ചെയ്യാം. ഒരു കൗണ്ട് ഡൗൺ ഉണ്ടാവും and then we shall reveal Big TV to the nation. Sujya, we'll call the editorial also. Can we please welcome the editorial team on stage for this momentous occasion? തീർച്ചയായിട്ടും correct ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. Editorial team is going to be the backbone of Big TV Malayalam. ഒന്നുകൂടെ ഒന്ന് കൈയടിച്ചോളൂ, ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മൈൽ സ്റ്റോൺ ആയ മലയാള മാധ്യമ പ്രവർത്തനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസം കുറിക്കാൻ പോവുകയാണ് ഇന്ന്.
ഇവിടെ ഫെബ്രുവരി 8-ാം തീയതി എന്ന് പറയുന്ന ഈ ദിവസം മലയാള മാധ്യമ പ്രവർത്തനത്തിന് പുതിയ ഒരു ചാനലാണ് സംഭാവന ചെയ്യാൻ പോകുന്നത്. ഈ 11ാമത്തെ ന്യൂസ് ചാനൽ മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ എത്തുമ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ, ബിഗ് ചേഞ്ച്, ബിഗ് റിയാലിറ്റി. Without fear or favor is what they are promising. So ladies and gentlemen, are you ready? Are you ready for Big TV to make their presence felt in Kerala? Let's do this. Anil sir, Vijay sir and the entire editorial team, go for it. ഒരുമിച്ച് കൈവച്ച് 1, 2, 3. Righteousness, supremacy, impartiality, people, and voice. Big TV, without fear or favor. Well, I think ഒന്നുകൂടെ കാണണം അല്ലേ സർ? ആ ഒരു ഫീലിംഗ് നമ്മളുടെ ശിരസുകളിലേക്ക് എത്തട്ടെ. Let's go. Play it one more time. Righteousness, supremacy, impartiality, people, and voice. Big TV, without fear or favor. Yes, ladies and gentlemen, Big TV without fear or favor. അവരുടെ ലോഗോ നമ്മളുടെ മുന്നിൽ ഇവിടെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞു. വിജയ് sir, congratulations on your foothold into the Kerala market. Anil sir, here's wishing you the very best. തെലുഗുവിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഒരു പേര് ബിഗ് ടി വി തെലുഗു ടീം ഹാസ് പ്രൂവ്ഡ് ദ മെറ്റൽ. ഇനി അത് കൈമാറുകയാണ് നിങ്ങളുടെ ടീമിലേക്ക്. സോ വിത്ത് യു ആസ് ദ ചെയർമാൻ ഫൗണ്ടർ ഓഫ് ബിഗ് ടി വി മലയാളം, സുജയ പാർവതി ആസ് ദ ഫസ്റ്റ് woman chief editor in Malayalam, Venu sir, one of the most senior journalists from our state, and a fantastic panel. Ella bhavagangalum, we wish you the very, very best. I hope you guys have a great time creating valuable pieces of news for the public. ഒരു balance create ചെയ്യണം എന്നാ പറയാറുണ്ട്. It's about creating the balance. So we can't wait to see what's happening. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ജോലി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പക്ഷേ മീഡിയയുടെ കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഇവിടെ ഉള്ളപ്പോൾ അവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം, എന്നാലേ അത് ഫെയർ ആവും. സോ ബിഗ് ടി വി 24/7 മലയാളം അവരുടെ ലോഗോ ലോഞ്ച് ഇന്നിവിടെ ചെയ്ത ഈ അവസരത്തിൽ ഒരു പ്രസ് മീറ്റും കൂടെയാണ്. ആ ഒരു Q&A സെഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സോ can I please request Sujaya and Venu sir to stay back with Anil sir and Vijay sir. ബാക്കി എല്ലാവർക്കും you may be seated. And ഈ ഒരു Q&A സെഷൻ അതിന് നേതൃത്വം നൽകാൻ I would like to request our wonderful news reader ആയി നിങ്ങളുടെ മുന്നിലെത്തുന്ന Renu to take over the helm. And once again, here's wishing Big TV the very, very best. All the best. Baki, I will see you on screen. Question and answer സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ സർ പ്ലീസ് സ്റ്റേ ബാക്ക്. ഈ ഒരു ഇപ്പോൾ നമ്മൾ കണ്ട മനോഹരമായൊരു വീഡിയോ, ബിഗ് ടി വി വിതൗട്ട് ഫിയർ ഓർ ഫേവർ, ആ ലോഗോ നമുക്ക് അടുത്തേക്ക് എത്തിച്ച എൻറ്റയർ ടീമിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയമാണ്. ആ എൻറ്റയർ ടീം ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? കാരണം ഇത്രയും മനോഹരമായി ഇതിനെ ഡെലിവർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ എത്ര ദിവസത്തെ പരിശ്രമമാണ്, എത്ര തവണ അത് വീണ്ടും വീണ്ടും ചെയ്ത് ഏറ്റവും മനോഹരമാക്കിയത്. ദി എൻറ്റയർ ടീം പ്ലീസ് കം ഓൺ സ്റ്റേജ്. The entire team who worked behind this video, this beautiful logo launch. I request all of you to please come on stage. The entire team, please, please. A big round of applause for them. The entire team, please come on stage. ഗോപൻ ചേട്ടാ, തലയില്ലാതെ എല്ലാവരെയും കൂടി ചേട്ടൻ കയറ്റി വിട്ടോ. ഗോപൻ ചേട്ടൻ വരിക. ഇനി അങ്ങോട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ദൃശ്യവിസ്മയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും ഈ ഒരു ടീം തന്നെയാണ്. ഈ അങ്ങോട്ടുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് അടുത്തേക്ക് എത്തുന്നത്
ഈ ടീമിന്റെ ഹാർഡ് വർക്കാണ്. പ്രദീപേട്ടനെ കാണാനില്ല. പ്രദീപേട്ടൻ ഒളിച്ചു പോയോ? പ്രദീപേട്ട സ്ക്രീനിലേക്ക്, ഇവിടെ സ്റ്റേജിലേക്ക് വരണം. പ്രദീപ് മാധവൻ ഈസ് അവർ DOP, നമ്മുടെ എല്ലാ ക്രിയേറ്റീവ്. ആൻഡ് എബിൻ അജയ് ഇപ്പോൾ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അബിൻ അജയ്. നമ്മുടെ തുടക്കം മുതലുള്ള നമ്മുടെ ഒരു വലിയ ടീമാണ്. ആ ടീമിന്റെ നെടുംതൂണായി നിൽക്കുന്നത് പ്രദീപ് മാധവനാണ്. വാർത്തകൾക്ക് മിഴിവേകുന്നത്, മനോഹാരിത ഏകുന്നത് ഇവർ ചുറ്റും നടത്തുന്ന മാജിക്കാണ്. ആ ഒരു മായാജാലം നമ്മുടെ സ്ക്രീനുകളിൽ കാണുന്നത് ഇവരുടെ തലയിൽ ആദ്യം ഉദിച്ചിട്ടാണ്. താങ്ക് യു എൻറ്റയർ ടീം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുജയ, അനിൽ സർ, വേണുചേട്ടൻ, നിങ്ങൾ സ്റ്റേ ബാക്ക് പ്ലീസ്. Yes, it is time for the question and answer session. Big TV without fear or favor. എന്തുകൊണ്ട്, എന്തിന്, ഇനി എന്ത് എന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെന്താണെന്നാണ് ഇത്രയും നേരം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നതും. പക്ഷേ ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതാണ് അവസരം. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനാണ്. അപ്പോൾ ആർക്കൊക്കെ ചോദിക്കാനുണ്ടോ നമ്മുടെ ആ ചോദ്യങ്ങൾ ഇപ്പോൾ ഇവരിലേക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. Question and answer session, please. ക്ലിയർ ആണെന്ന് തോന്നുന്നു സുജയ, സംശയങ്ങളില്ലാത്ത ദിവസം. ചോദ്യങ്ങൾ എന്തും ചോദിക്കാം. Online friends, no questions. Hello. Hi. All the best team. അപ്പോൾ എന്നോട് ചോദിക്കാനുള്ളത് സുജിയ മാഡത്തിനോടാണ്. പേരൊന്ന് പറയാമോ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എല്ലാവരും ചോദ്യം ചോദിക്കുന്ന ആളെ കൂടി ഒന്ന് അറിയട്ടെ. വൈശാഖ്, ഇന്ത്യൻ സിനിമ ഗാലറി ഓൺലൈൻ ചാനലാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതൊരു ചരിത്ര നിമിഷമാണ്. കാരണം വനിത ഒരു ചീഫ് എഡിറ്ററായിട്ട് വരുന്നത് ഇത് ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ നിമിഷമാണെന്ന് പറയുകയുണ്ടായി. അപ്പം ഇതിൻ്റെ ഒരു വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സുജിയ മാഡം ഇപ്പം ഒരുപാട് ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാധ്യമ രംഗത്ത് തിളങ്ങി നിൽക്കുന്നൊരു താരമാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു ചുമതല ആദ്യമായിട്ട് കിട്ടുമ്പോൾ ഇതിന് പേടിയുണ്ടോ? പേടിയില്ല. എന്തെങ്കിലും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും? എനിക്കൊരു നല്ല ടീമുണ്ട്. നല്ലൊരു ടീമുള്ളപ്പോൾ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. പിന്നെ മുകളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി മുന്നോട്ട് ഇതുവരെ നയിച്ചിട്ടുണ്ട്. അത് തുടർന്നും ഉണ്ടാകുമെന്ന ആത്മവിശ്വാസവുമുണ്ട്. ഹായ്, ഞാൻ ഫിജിൻ. മലയാളത്തിൽ ഇനിയൊരു ന്യൂസ് ചാനലിൻ്റെ ആവശ്യം ഉണ്ടോ? ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. അതെ. മറ്റുള്ളതിൽ നിന്നും എന്താണ് ഇതിലൊരു വ്യത്യസ്തത ഉണ്ടാവുന്നത്? മറ്റുള്ളതിൽ നിന്നും എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരിക്കും. ബിഗ് ടിവിക്ക് മുൻപും ശേഷവും എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞത് വെറുതെയല്ല. ഇടതിനോ വലതിനോ എന്തിനെങ്കിലുമോ ഒപ്പമല്ല, വസ്തുതകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു വാർത്താ ചാനൽ മലയാളിക്ക് അന്യമാണ്. അതായിരിക്കും ബിഗ് ടിവി. സുജയ വികാരം കൊണ്ട് തൊണ്ടയിടറി പോകുന്നതല്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല പനിയാണ്. അതിൻ്റെ ബാക്കിയാണ്. ശബ്ദമൊക്കെ ഇച്ചിരി അടഞ്ഞിരിക്കുന്നത്. ഇച്ചിരി പവർ കുറഞ്ഞ പോലെ തോന്നിയാലും ആ ഫുൾ പവർ ഉണ്ട് അവിടെ. സാർ, ഇതിനകത്തിപ്പം നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് മേഖലയിലെ രാജാവായ അനൂപ് ജോണൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ന്യൂസ് ചാനലിൽ അനൂപ് ജോണിനെ പോലത്തെ ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്? ഞാൻ വന്നത് എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ നിന്നാണ്. ഞാൻ 2 ന്യൂസ് ചാനലിന് മുമ്പ് ഉണ്ടാക്കിയില്ലേ, അതും മലയാളികൾ അക്സെപ്റ്റ് ചെയ്തില്ലേ. അപ്പോൾ എല്ലാവരിലും ചെറിയ ചെറിയ കഴിവുകളുണ്ട്. അത് നമുക്ക് ആവശ്യമാണ്.
വൺ മോർ തിങ് ടു ആഡ്. അനൂപ് ജോൺ ആണ് ഞങ്ങളുടെ ചീഫ് കണ്ടന്റ് ഓഫീസർ. കണ്ടന്റ് ഇസ് ദ കിങ് ഓഫ് ദിസ് ചാനൽ. സോ അനൂപ് ജോൺ എന്താണെന്നുള്ളത് അതിലുണ്ട്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. എല്ലാ ചാനലുകൾക്കും അവരുടേതായിട്ടുള്ളൊരു ഓഡിയൻസ് ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം ബിഗ് ടി വിക്ക് ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇന്നെല്ലാ പ്രസൻറ്റേഴ്സും സെലിബ്രിറ്റികളാണ്. ഇപ്പം ഞാൻ ബിഗ് ടി വി കാണണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു യൂണിക് സെല്ലിംഗ് പോയിന്റ് നിങ്ങളുടെ വ്യൂവർഷിപ്പിലുള്ളത്? ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ഉണ്ടാവുമല്ലോ, ഒരു അതിന് അഡിക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾ ബിഗ് ടി വിയിലേക്ക് ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? പ്രസൻറ്റേഷനിലാണോ അതോ എൻ്റർടൈൻമെൻറ്റ് ഇതാണോ എന്താണ്? ബിഗ് ടി വിയുടെ ചുരുക്കത്തിൽ അത് പറയാം. താങ്കളുടെ നല്ല ചോദ്യവുമാണ്. എന്തിനാണ് ഒരു പുതിയ ചാനൽ, എന്തിന് ഞാനത് കാണണം എന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ എറണാകുളത്താണല്ലോ ഈ പരിപാടി നടക്കുന്നത്. ഇവിടെ ഒരു സ്റ്റേഡിയം, അതിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, അവിടെ ഒരു അപകടമുണ്ടാകുന്നു ഒരു MLA-ക്ക്, അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യം അതൊരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതാണ് അതിനകത്തെ ഏറ്റവും ചെറിയൊരു വാർത്ത. പിന്നെ അതിനുശേഷം ഒരു അപകടമുണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ തലം മാറി ആ വാർത്തയുടെ. ആ അപകടം സംഭവിക്കുന്ന ഒരു MLA-ക്കാണ്. വീണ്ടും അതിൻ്റെ സ്വഭാവം മാറി. പിന്നെ ആ വേദിയിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിലേക്കാണ് പിന്നീട് നമ്മുടെ വിവരങ്ങൾ കിട്ടുന്നത് നമുക്ക്. അപ്പോൾ അതിൻ്റെ സ്വഭാവം പിന്നെയും മാറുന്നു. ആ വേദി പങ്കിട്ടതാരൊക്കെയാണ്? ഈ സുരക്ഷ ഉറപ്പാക്കേണ്ട ആളുകൾ ഉൾപ്പെടെയാണ് ആ വേദിയിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ തലം വീണ്ടും മാറുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ നമുക്ക് പുറത്തേക്ക് എത്തിക്കണം, അല്ലേ? ഇത്രയും വലിയ അപകടം ഉണ്ടാകുന്ന താഴെ ഒരു സ്ലാബ് അങ്ങനെ തന്നെ കിടക്കുന്നതാണ്. അതിൻ്റെ തലം മാറുകയാണ് വാർത്തയുടെ. ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകണം, അതിന് സമയമെടുക്കുന്നു. അതിൻ്റെ തലം വീണ്ടും മാറുന്നു. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി? അതിൻ്റെ മെറിറ്റ് എന്താണ്? അതിന് അനുമതിയുണ്ടോ ആ പരിപാടി നടത്താൻ? പിന്നെ മറ്റ് സുരക്ഷാ അനുമതികളുണ്ടോ? അപ്പോൾ തലങ്ങൾ മാറി മാറി വരികയാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ ഉടമ, ഇതിന് കൊടുത്ത ഇതിൻ്റെ സ്പോൺസർമാർ, അതിൻ്റെ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ, ഇതിനടുത്തൊരു ഗൈഡ് ലൈൻസ് ഉണ്ടോ? പിന്നെ പല പല പൊളിറ്റിക്കൽ റിയാക്ഷൻസ് വരികയാണ്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും സോഷ്യൽ റിയാക്ഷൻസ് വരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട VIP, ഞാൻ ആരെയും വ്യക്തിപരമായി പറയല്ലോ, ഒരു ഉദാഹരണം പറയുകയാണ് ഒരു സംഭവത്തിൻ്റെ. അവരുടെ ഒരു നൃത്ത പരിപാടിയും കൂടെ ആയിരുന്നല്ലോ. അവർ ഈ MLA ഒരിക്കൽ പോലും പോയി കാണാതിരിക്കുക, ഇങ്ങനെ ഒരു പിടി വിഷയങ്ങളാണ്. ഇത് മുഴുവൻ ഓർഗനൈസ് ചെയ്തൊരു സംഘത്തിന് ഒരു നല്ല ഓഫീസ് പോലുമില്ല, ഒരു തട്ടിക്കൂട്ട് ഏർപ്പാടാണെന്ന് പറയുന്നു. ഇങ്ങനെ ഇതിൻ്റെ തലങ്ങൾ മാറി മാറി വരികയായിരുന്നു. അപ്പോൾ ഒരു അപകടത്തിൽ നിന്ന് അത് എത്രമാത്രം തലങ്ങളിലേക്ക് മാറി. അപ്പോൾ അത്രയും വ്യൂ പോയിന്റുകളാണ് വരുന്നത്, അത്രയും റിയാക്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു വാർത്തയ്ക്ക് ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്, ഒരുപാട് തലങ്ങളുണ്ട്. നമ്മുടെ ന്യൂസ് റൂമുകളിൽ കാണുന്നത് എന്താണ്? ഇത് പറയുന്ന ഒരു ആങ്കർ ഉണ്ടാകും, 1-2 റിപ്പോർട്ടർമാരും ഉണ്ടാകും. അത് രണ്ടുമല്ല. കാരണം നമ്മൾ എന്തിനെയാണോ അഭിസംബോധന ചെയ്യുന്ന ആ വാർത്തയ്ക്ക് ഒരുപാട് തലങ്ങളുണ്ട് എങ്കിൽ അത് അവതരിപ്പിക്കുന്ന മേഖലയിലും അത്രയും ഒന്നിലധികം തലങ്ങൾ ഉണ്ടാകണം. അത് വാർത്ത വായിക്കുന്നവരായാലും അത് റിപ്പോർട്ട് ചെയ്യുന്നവരായാലും. അവിടെ നിങ്ങളൊരു കാര്യം കണ്ടു തുടങ്ങും, അപ്പോൾ താങ്കളടക്കം ആ ചാനൽ കാണും. സുജയ മാമിൻ്റെ അടുത്താണ്. പ്രീവിയസ് ചാനലിൽ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നല്ലോ പ്രസൻറ്റേഷനെ. ഈ ചാനലിലും ആ പാറ്റേണിൽ തന്നെയായിരിക്കും പ്രസൻറ്റേഷൻ, അതോ ഡിഫറെൻറ്റ്? അതിൽ കുറച്ച് ലൗഡായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിനെ പ്രസൻറ്റ് ചെയ്തിട്ടാണ് അതിൽ പ്രസൻറ്റേഷൻ ചെയ്തുള്ളത്. ഇതിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ സ്ഥിരം പാറ്റേൺ തന്നെയായിരിക്കും അതോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലായിരിക്കും പ്രസൻറ്റേഷൻ? വാർത്തയ്ക്കൊരു പാറ്റേൺ പിന്തുടരുന്ന ആളല്ല ഞാൻ. ഓരോ ദിവസവും എന്നെ തന്നെ പുതുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ്. അതാണ് അതിൻ്റെ ശരി എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും 24ലേക്ക് വന്നപ്പോൾ അനിൽ അയിരൂർ എന്ന് പറയുന്ന ലക്ഷ്മി പത്മയുടെ വാക്കുകൾ കടമെടുത്താൽ ന്യൂസ് ചാനലുകളിലെ രാജമൗലി ആവശ്യപ്പെട്ടതുപോലെ ആ സിനിമയിൽ, ആ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ എൻ്റെ റോൾ നിർവഹിച്ചു. അതുപോലെ ബിഗ് ടിവിയിൽ രാജമൗലിയുടെ അടുത്ത പടമാണ്, അതും ഒരു ബിഗ് ബജറ്റ് പടമാണ്. തെലങ്കാനയിൽ നിന്നുള്ള പ്രൊഡ്യൂസറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ബിഗ് ബജറ്റ് ചിത്രത്തിൽ എൻ്റെ പെർഫോമൻസ് മാസായിരിക്കും, ക്ലാസ്സും മാസം ചേരുന്നതായിരിക്കും. സുജ മാമിനോടാണ്. ഹലോ, പേര് പറയൂ. ഷാദുലാണ്. ഈ മറ്റുള്ള ന്യൂസ് ചാനലെല്ലാം വലിയ ടോപ്പിൽ നിൽക്കുവാണ്. ഈ കൊലകൊമ്പന്മാരായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? അതിനുള്ള ഊർജം എന്താണ്? ഭരണഘടനയാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ, അതാണ് ഊർജം. അനിൽ സാർ, ഇപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ ന്യൂസ് ചാനലിൽ നിന്ന് അവരുടെ മുഖമായ ഓരോ ആൾക്കാരെയാണ് നിങ്ങൾ അടർത്തി കൊണ്ടുവന്നത്. അപ്പം അവിടെ ഒരു ഭയങ്കര ഒഴിവായി ഇപ്പോൾ അവിടെ. പക്ഷേ
അവർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഹെൽത്തി അല്ലാത്ത കോമ്പറ്റീഷൻ വരുമോ? പേടി, അങ്ങനെ എന്തെങ്കിലും പേടി ഉണ്ടാവോ? ഞാനൊരു ഇന്ത്യൻ പൗരനല്ലേ, ജീവിക്കണ്ടേ? അതവിടെ അതിനുള്ള എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമങ്ങളും കാര്യങ്ങളും ഈ ഇന്ത്യയിൽ ഉണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ടീമിനോട് പറഞ്ഞു, ഞാൻ ഒരു ചാനലിലും ഇതൊരു കോമ്പറ്റീഷനായിട്ട് കൊണ്ടുവരുന്ന ചാനൽ. എനിക്ക് ന്യൂസിൽ കോമ്പറ്റീഷൻ ഇല്ല. ന്യൂസ് എത്ര മാധ്യമങ്ങൾ വന്ന്, പ്രിൻ്റ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും ന്യൂസ് ചാനലായാലും എത്രയൊക്കെ മാധ്യമങ്ങൾ കൂടുതൽ വരുന്നത് നല്ലതാണ്. ഒരു പ്രശ്നത്തെ കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ, കൂടുതൽ നോയ്സ് ഉണ്ടാക്കുമ്പോൾ ആ ശ്രദ്ധിക്കപ്പെടേണ്ടവരുടെ അതിലേക്ക് വേഗമെത്തും. അപ്പം മറ്റു മാധ്യമങ്ങളും അതിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ വരുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് സൊസൈറ്റിക്ക് നല്ലതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇതൊരു കോമ്പറ്റീഷനല്ല. ന്യൂസ് കൊടുക്കുന്ന ഒരു കോമ്പറ്റീഷനല്ലല്ലോ. അൺഫോർച്യുനേറ്റ്ലി നമ്മളിന്ന് അങ്ങനെ കാണുന്നുണ്ട് ഇതൊരു കോമ്പറ്റീഷനായിട്ട്. എന്തിനാണ് ന്യൂസ് കൊടുക്കുന്നതിൽ കോമ്പറ്റീഷൻ? നമ്മൾ 10 ചാനൽ കൊടുത്തിട്ടും ആൾക്കാർക്ക് തികയുന്നുണ്ടോ? ഒരു ചാനലുള്ള ദൂരദർശനിലെ അരമണിക്കൂർ ന്യൂസ് ബുള്ളറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ 10 ചാനലിൽ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന റൺ ചെയ്യുന്ന 3.5 കോടിയുള്ള ഈ നാട്ടിൽ നമ്മൾ ചെയ്യണത്. കൂടാണ്ട് സോഷ്യൽ മീഡിയയും കൂടാണ്ട് 10-12 പത്രങ്ങളും അല്ലേ? അപ്പോൾ ഇത്രയും മാധ്യമങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്, ഏതെങ്കിലും മാധ്യമം പൂട്ടിപ്പോയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1-2 മാധ്യമങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ടാവും. അത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളാവും. വേറെ ഒരു മാധ്യമവും പൂട്ടിപ്പോയിട്ടില്ല. ഉണ്ടോ? കേരളത്തിൽ തുറന്ന ഒരു മാധ്യമവും പൂട്ടിപ്പോയിട്ടില്ല. പിന്നെ ഏറ്റവും നല്ല എന്നെപ്പറ്റി, ബിഗ് ടി വിനെ പറ്റി പറഞ്ഞ വേറൊരു രാഷ്ട്രീയ നേതാവിനെ ഞങ്ങളൊരു പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, ഓ ബിഗ് ടി വി ബിഗ് സാലറി കൊടുക്കുന്ന ചാനലാണോ? ഞങ്ങൾ രണ്ടുപേരും, വിജയ് സാർ ഞങ്ങൾ നല്ല സാലറി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് കൊടുക്കുന്നതാണ്. അത് ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്, ഞങ്ങൾക്കല്ല, ഇൻഡസ്ട്രിക്ക് താങ്ങാമെന്ന്. അത് പലരും കൊടുക്കാണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ സ്ഥാപനത്തിൽ മാത്രമല്ല, ഞങ്ങൾ കാരണം മറ്റ് സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകൾക്കും സാലറി കൂടിയിട്ടുണ്ട്. അത് 10 സ്ഥാപനങ്ങളിലും കൂടി മാത്രമല്ല, അത്രയും പേർക്കൂടെ ജോലി കിട്ടുകയും ചെയ്തു അഡീഷണലി. അപ്പം ഞങ്ങൾ വരുന്നത് നല്ലതല്ലേ സാറേ? ഇതിൻ്റെ ഇപ്പോൾ ലോഗോയും ഇതിൻ്റെ ഒരു തീമൊക്കെ ഒരു റെഡ് വരുന്നുണ്ട്. നിങ്ങൾ ഡേഞ്ചർ ആണോ? വിതൗട്ട് ഫിയർ ഓർ ഫേവർ. ഈ സാലറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ പല ന്യൂസും വരുന്നുണ്ട്. സുജയ മാമിന് 10 ലക്ഷം രൂപയാണ് സാലറി എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം എന്താണ്? എത്രയാണ് സാലറി? നിങ്ങൾ സോഷ്യൽ മീഡിയയിലല്ലേ, ഞാൻ മുഴുവൻ കാര്യങ്ങളും പറയാൻ റെഡിയാണ്. ടെലികാസ്റ്റ് ചെയ്യാം. ഒരു ന്യൂസ് ചാനൽ റൺ ചെയ്യാൻ എത്ര രൂപ വേണം ഇവിടെ ഒരു മാസം? എത്ര രൂപ വേണം? ഒരു ന്യൂസ് ചാനൽ ഇവിടെ റൺ ചെയ്യാൻ എത്ര രൂപ വേണം? ഒരു ഐഡിയ? ഡിപ്പെൻസ് എന്ന് വെച്ചാൽ ഡിപ്പെൻസ് 50 lakhs. 50 lakhs ഒരു ന്യൂസ് ചാനൽ റൺ ചെയ്യാൻ. ആവറേജ് ഒരു 3.5 കോടി മതി ഒരു മാസം അല്ലേ? ആ 3.5 കോടി തിരിച്ചു കിട്ടാനായിട്ടുള്ള ഇവിടെയുള്ള അതിനുള്ള മാർക്കറ്റ് ഇവിടെയുണ്ട്. ഇവിടെ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവനായി നിന്ന് പോയാൽ പോരെ? അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ആയിക്കോട്ടെ. ഇത്രയും പേര് കഴിഞ്ഞുകൂടി പോകുന്നില്ലേ അല്ലേ? അപ്പോൾ അത് നിൽക്കാനുള്ള മാർക്കറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനാ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കണേ? ഒരു 1300 നല്ല വാർത്ത ചെയ്ത, നല്ല പെർസ്പെക്റ്റീവിൽ ചെയ്യുന്ന എല്ലാവർക്കും അത് ഇപ്പോൾ റേറ്റിംഗ് ഞാൻ ഒരു മാനദണ്ഡമായിട്ട് എടുക്കണില്ല. പക്ഷേ റേറ്റിങ്ങിൽ വരുന്നില്ല ചാനലിൽ. റേറ്റിംഗ് ഫാബ്രിക്കേറ്റഡ് ആണ് അല്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറയുന്നുണ്ട്. ആർക്ക് നല്ല വാർത്ത ചെയ്താൽ നമ്മൾ പോയി റേറ്റിംഗ് മാനിപ്പുലേറ്റ് ചെയ്യണ്ട. ജനം തന്നെ മാറ്റിക്കോളുമല്ലോ. എന്തിനാ പോയി മാനിപ്പുലേറ്റ് ചെയ്യണത് ഇല്ലേ? ക്രിപ്റ്റോ കറൻസി മനുഷ്യന് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയേണ്ട വിഷയം. അറിയാവുന്ന വാർത്ത ചെയ്തു പോവാ, അറിയില്ലാത്ത വാർത്ത ചെയ്യണ്ട. ആൻസർ ക്ലിയർ ആണോ?
അല്ല, ഞാൻ പറഞ്ഞത് ആ 3.5 കോടി എനിക്ക് തിരിച്ചു കിട്ടാൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ട സുജയല്ല, സുജയ നിങ്ങളെ വിളിച്ചില്ല, സുജയെക്കാട്ടിൽ സുജയോടൊപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോ മാധ്യമപ്രവർത്തകരും ഏറ്റവും നല്ല സാലറി വാങ്ങിച്ചിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതെൻ്റെ ബാലൻസ് ഷീറ്റിൽ മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ആർഭാടം കാണിച്ചിട്ടില്ല. ഈ വിവാദങ്ങളോടെല്ലാം എങ്ങനെ പ്രതികരിക്കുന്നു? ഇതാ ഈ വിവാദങ്ങളോടെല്ലാം എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, അത് എനിക്ക് വിവാദങ്ങളോട് പ്രതികരിക്കാനല്ലോ, എനിക്ക് ചെയ്യാനുള്ള ജോലി എൻ്റെ മുന്നിലുണ്ടല്ലോ. ഞാൻ തന്നെ അതിന് പ്രതികരിക്കുന്നത്. എൻ്റെയും എൻ്റെ ടീമിനും അതിന് മുന്നിൽ പ്രവർത്തിക്കാനുള്ള സ്പേസും അതിനുള്ള ഒരു വഴിയും കിടപ്പുണ്ട്. എന്തിനാണ് ഞാൻ അതിനോട് പ്രതികരിക്കുന്നത്? നെഗറ്റിവിറ്റിയോട് എനിക്ക് താല്പര്യമില്ല. അനിൽ സാറ് ഒരുപാട് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ഒരു ബിസിനസ് സൈഡും കൂടി ഉണ്ടല്ലോ ഇതിൽ. ഇത് എത്ര നാൾ കൊണ്ട് ബ്രേക്ക് ഇവനായി പ്രോഫിറ്റ് ആവും എന്നുള്ളൊരു വിഷൻ ഉണ്ടോ? ഒരു 7-8 മാസം മതി. 7 മാസം. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാക്കപ്പ് ഇല്ല. എൻ്റെ കമ്പനിയുടെ, വിജയ് സാർ, എൻ്റെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഏത് ഓഡിറ്റർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ വെബ്സൈറ്റിൽ അതുണ്ടാവും. നിങ്ങൾക്ക് നോക്കാൻ പോയി എന്ത് കൊടുത്തു എന്ത് കൊടുത്തില്ല എന്നുള്ളത് ട്രാൻസ്പെറൻ്റ് ആണ്. എല്ലാ മാധ്യമങ്ങളും ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയുന്ന പോലെ, പക്ഷേ ട്രാൻസ്പെറൻസി ഞങ്ങളിവിടെ ബിഗ് TV 24/7 വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതാത് വർഷത്തെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് കാണാം. പ്രോഫിറ്റ് എത്ര കിട്ടിയത് മാത്രമല്ല, സാലറിയും പബ്ലിഷ് ചെയ്യാം. നിങ്ങൾ അറിഞ്ഞു, ഒരു കുഴപ്പമില്ല. എനിക്ക് ആരറിഞ്ഞാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒരാളായിട്ട് മാത്രം അറിയണ്ട. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇത് ബാക്കപ്പ് ഇല്ല, വിത്തൗട്ട് ഫിയർ എന്നാണ്. അതായത് ഏത് ന്യൂസും മുഖം നോക്കാതെ ജനങ്ങൾക്ക് ഇത് കാണാൻ പറ്റിയ ഒരു ചാനലായിരിക്കും ബിഗ് TV. അപ്പം മുഖം നോക്കാണ്ട് കൊടുക്കാൻ പറ്റുന്ന ന്യൂസ് ഇവിടെ ഉണ്ട്. അല്ല, എല്ലാ അല്ല, അത് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയാവുന്ന ന്യൂസ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ. എല്ലാ ചാനലുകൾക്കും അവരുടേതായിട്ടുള്ള പാർട്ടി ഇതുണ്ടാവുമല്ലോ. എന്തിനാ പാർട്ടി? എന്തിനാ നമുക്ക് എന്തിനാ പാർട്ടിയുടെ നമ്മൾ വാല് പിടിക്കേണ്ട കാര്യം എന്താ? എത്ര വലിയ രാഷ്ട്രീയ നേതാവ് ഇതിന് വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം നമ്മുടെ പുറകെ കിടക്കുക ഒരു മുഖം കാണിക്കാൻ. എന്താ അവരുടെ മുഖം കാണിക്കുന്നത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇപ്പോൾ വിഷ്വൽ മീഡിയയിൽ പ്രസൻസ് ആവശ്യമാണ്. അത് അവരെ കുറ്റം പറഞ്ഞില്ല. കാരണം ഇന്നത്തെ മീഡിയയിൽ അവരുടെ പ്രസൻസ് ഇല്ലെങ്കിൽ അവർ ഔട്ടാവും. ഇന്ന് മൈക്കെടുത്ത് വെച്ച് 2 പ്രാവശ്യം പറഞ്ഞില്ലെങ്കിൽ സ്ഥാനാർത്ഥിയാവാൻ പറ്റത്തില്ല. അപ്പോൾ എവിടെ മൈക്ക് കണ്ടാലും അവിടെ പോയിരുന്നെങ്കിലേ സ്ഥാനാർത്ഥിയാവാൻ പറ്റത്തുള്ളൂ. ആ കാലം മാറി ഇല്ലേ? നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലില്ലേ? നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾ അവരെ വിമർശിക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടാവാറില്ലേ? കാരണം അവരുടെ ഉയർച്ച അവനെ ബാധിക്കും. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പണ്ടത്തെ പോലെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. രാഷ്ട്രീയ പാർട്ടികൾ വളരെ ഇൻസെക്യൂറാണ്. രാഷ്ട്രീയ നേതാക്കൾ ഇൻസെക്യൂറാണ്. ഈ വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്നുള്ള സാധനം പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് പ്രമുഖ നടൻ, പ്രമുഖ ഹോസ്പിറ്റൽ, പ്രമുഖ ഇത്. അപ്പോൾ ഇനി ഈ പ്രമുഖ മാറ്റിയിട്ട് അവരുടെ പേരുകളൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടാവും? ഇല്ല, നമ്മൾ പറഞ്ഞില്ലേ, ഇനി ഒരു വ്യക്തിനെയോ ഒരു പ്രസ്ഥാനത്തിനെയോ ഒക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൃത്യമായ രേഖകൾ വേണം. ഇന്നത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടില്ല. ഒരു അസംഷനിൽ നമ്മൾ പറയാൻ പാടില്ല. ഒരു പ്രമുഖ സ്ഥാപനം ചെയ്തു എന്ന് പറയാൻ പാടില്ല. അത് പറയണമെങ്കിൽ നിങ്ങൾക്കത് വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് പറയണം. തുറന്ന് പറയാനൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയ ന്യൂസ് നമ്മളെ ഒരു എസിയിൽ പറയുന്ന ഒരു ന്യൂസ് പറയുമ്പോൾ അതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു 10, 800, 1000, 1500 പേരുണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം. അവരുടെ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത്, ഒരു പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത് ഒരു മീഡിയയുടെ അജണ്ടയല്ല. നമ്മളൊരു സൊസൈറ്റി ബിൽഡ് ചെയ്യാൻ ആവശ്യമുണ്ട്. അതിനെക്കാട്ടിൽ ഒരുപാട് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട സിസ്റ്റം ഇവിടെയുണ്ട്. കറക്റ്റ് ചെയ്യേണ്ട സിസ്റ്റം. ഞാനിവിടെ നിങ്ങൾ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഹോട്ടലോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സാധാരണ ഒരു സ്ത്രീക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ വീടിന് മുകളിലേക്ക് കിടക്കുന്ന ഒരു മരം മുറിച്ച് കൊടുക്കാനായിട്ട് ഇവിടുത്തെ സിസ്റ്റത്തിന് പറ്റുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഞാൻ 700 കോടി 800 കോടി അഴിമതിയല്ല പറയണത്. കുഞ്ഞു കാര്യങ്ങൾ ഇവിടുത്തെ മീഡിയകൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റം നേരെയാവും ഇല്ലേ? അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം ആദ്യം നേരെയാക്കുകയാണ്. സിസ്റ്റം ശരിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. ഇവിടെ ആരെങ്കിലും ന്യൂസ് ചാനൽ കാണുമോ? സിസ്റ്റം കറക്റ്റായിട്ട് നടക്കുന്നൊരു രാജ്യമായിരുന്നെങ്കിൽ എന്തിനാ ഇവിടെ ന്യൂസ് ചാനലിൻ്റെ ആവശ്യം? വിജയ് സാർ, എന്തുകൊണ്ട് കേരളം? Why Kerala? We started with Telugu. We want to expand. So, next option is Malayalam. The reason I feel the Kerala is very vibrant
state where like exceptionalism, like professionalism is there. So and then they have a lot of interest in the news. Very well educated people. So personally, I like Kerala. അനിൽ സാർ, രാഷ്ട്രീയക്കാരെയോ സെലിബ്രിറ്റീസിനോ ഇതിനെ വിളിക്കാത്തതാണോ അതോ ഫംഗ്ഷൻ? ഞാൻ 2 ലോഞ്ചിങ്ങിന് പോയിട്ടുണ്ട് മുമ്പ്. അപ്പോൾ അതിലൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഒന്നില്ലെങ്കിൽ മിനിസ്റ്റർ അല്ലെങ്കിൽ സ്ഥലം MLA ആരെങ്കിലും ഇതിൽ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ആരും കണ്ടില്ല, ഒരു സിനിമാ നടനോ നടിയോ ആരും കണ്ടില്ല. അത് മനഃപൂർവ്വമാണോ അതോ ഒഴിവാക്കിയതാണോ? രണ്ടാമത് വാക്കിലുണ്ടല്ലോ. അനിൽ സാർ, ഈ ചാനൽ എത്ര നാൾ കൊണ്ട് ഒന്നാമതാവും? ഐ മീൻ ഫസ്റ്റ് പൊസിഷൻ. നിങ്ങൾ എന്ത് വെച്ച് മെഷർ ചെയ്തിട്ടാണ് ഒന്നാമതാക്കാൻ കാണുന്നത്? അത് റേറ്റിംഗ് ആണോ? അതെ അതെ. റേറ്റിംഗിൽ മത്സരത്തിൽ ഞാനില്ല. ഇല്ല. ജനങ്ങളുടെ സ്വീകാര്യത റേറ്റിംഗ് എന്ന് പറഞ്ഞ മെഷർ മീറ്ററിൽ ഞാൻ 11ാമതായാലും 1ാമതായാലും ഞങ്ങളുടെ ടീമിന് എൻ്റെയും ഞങ്ങളുടെ മാനേജ്മെൻറ്റെയും ഒരേ വികാരമാണ്. അതൊരു സെയിൽസ് ടൂൾ മാത്രമാണ്. അതൊരു പോപ്പുലാരിറ്റി മെഷീൻ അല്ല. ചില സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിൽ കണ്ടായിരുന്നു, ഓഫീസ് ഇവിടെ അല്ല, അപ്പോൾ ഇവിടുത്തെ പല ചാനലിൽ നിന്നും റിപ്പോർട്ടേഴ്സിനൊക്കെ വിളിച്ചിട്ട് പല സ്ഥലത്താണ് ഉള്ളത്, കൊച്ചിയിൽ സ്റ്റുഡിയോ ആകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിലൊരു ടൈറ്റിൽ കണ്ടായിരുന്നു. അതിനോട് എന്താ പറയാനുള്ളത്? വളരെ സത്യമാണ്. ഞങ്ങൾ ഇവിടെ മരടിൽ ജംഗ്ഷനിലെ AMV പാർക്ക് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൽ ഫ്ലോർ നമ്പർ 2-ൽ ഞങ്ങളുടെ സ്റ്റുഡിയോ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഈ 28-ാം തീയതി മാർച്ച് 2-ാം തീയതി അതിൻ്റെ ഫുൾ ഫങ്ഷനിങ് കഴിയും. പക്ഷേ ഞങ്ങളുടെ ലോഞ്ച് പ്രീപോൺ ചെയ്യാറ്. ഞങ്ങൾ മാർച്ച് എന്നുള്ളത് ഞങ്ങൾ പ്രീപോൺ ചെയ്തത് കുറച്ചുകൂടെ നേരത്തെയാക്കി, 2 വീക്സ് നേരത്തെ ആക്കിയപ്പോൾ ഞങ്ങൾ ഹൈദരാബാദിൽ പുതിയ സ്റ്റുഡിയോ കോംപ്ലക്സ് ഫിനിഷ് ചെയ്ത് കിടക്കുമായിരുന്നു അവിടുത്തെ ആക്ടൻ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പെട്ടെന്ന് മാറി. ബിക്കോസ് ഇവിടെ ഇലക്ഷൻ വരുന്ന കാരണം നമ്മൾ നേരത്തെ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. മാർച്ച് 5-8-നകത്ത് ഞങ്ങളിവിടെ കൊച്ചി ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് വന്നിട്ട് കാണാം. ഇപ്പോൾ വന്നാലും പണി നടക്കുന്ന കാണാം. സാറേ, 10-ൽ നിന്ന് 11-ലേക്ക് ബിഗ് TV എന്നുള്ളൊരു ചാനൽ വരുമ്പോൾ സാറിൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നൊരു ഒരു പുതിയ ചാനൽ തുടങ്ങാൻ എന്താ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നത്? ഒരു പ്രേക്ഷകന് 10 ചാനൽ വേണം ശരിക്കും ഒരു വാർത്ത കേൾക്കാനായിട്ട്. വാർത്തയുടെ പ്രശസ്തിയില്ലായ്മ കൊണ്ടാണോ അതോ? അല്ല, എല്ലാ ചാനൽ എനിക്ക് പ്രിൻറ്റ് മീഡിയ കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു സംസ്കാരം കാണിക്കാറുണ്ടെന്ന് തോന്നുന്നു. അത് കുറഞ്ഞു വരുന്നത് ടെലിവിഷൻ മേഖലയിലാണ്. എല്ലാ ചാനലും നടക്കുമ്പോഴും സത്യം, നീതി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. അവസാനം പോയി വഴി അതിങ്ങനെ വളഞ്ഞൊടിഞ്ഞ് പോകുന്നത് കാണാം. പിന്നെ അവരവരുടെ താല്പര്യങ്ങൾ, മാനേജ്മെൻറ്റിൻ്റെ താല്പര്യങ്ങളൊക്കെ നോക്കി, അത് പൊളിറ്റിക്കലാവാം, ചിലർക്ക് പോപ്പുലാരിറ്റി ആവാം, ചിലർക്കത് റേറ്റിംഗ് ആവാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ എന്തിനാണ് ഉള്ളത് അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പോകുന്നു. പിന്നെ ഇത് ന്യൂസ് ചാനൽ നടക്കി കാശുണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയൊന്നുമല്ല, അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും. പിന്നെ ഇത് പൊളിറ്റിക്കൽ പവറാണ്. ഞങ്ങൾക്ക് ആർക്കും പൊളിറ്റിക്കൽ ആംബിഷൻസ് ഇല്ല. എന്നോടൊരു ഓൺലൈൻ മീഡിയയുടെ ഒരാൾ ഇൻ്റർവ്യൂ ചോദിച്ചു, നിങ്ങൾക്ക് പാർലമെൻ്ററി ആംബിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്കില്ല പാർലമെൻ്ററി ആംബിഷൻ ബേസിക്കലി. പക്ഷേ എനിക്ക് പബ്ലിക്കിൽ സർവ് ചെയ്യണമെന്നുണ്ട്. അത് സർവീസായിട്ട് എടുക്കുന്നുണ്ട്. ആ സർവീസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞത് 140 നിയോജകമണ്ഡലങ്ങളിലുണ്ട്. ഞാൻ 140 നിയോജകമണ്ഡലങ്ങളിലെ MLA-യുടെ അതേ പവറിലാണുള്ളത്. എനിക്കൊരു കാര്യം ജനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും, എൻ്റെ ടീമിനും ചെയ്യാൻ പറ്റും. ഞാനതിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. അല്ല സാർ, ഇപ്പോൾ ഇലക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ മുമ്പ് ഉള്ള ചാനൽ അതിനെക്കാട്ടിയും ഗംഭീരമാവുമോ? ഈ ഇലക്ഷന് മുമ്പ് തന്നെ നമുക്ക് ഓണറായി കാണാൻ പറ്റുമോ ബിഗ് TV? ഇലക്ഷന് മുമ്പ് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ചാനൽ ഓണറിൽ വരും. ഞാൻ അത് എന്താ ഡേറ്റ് കൃത്യമായി പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ചസ് വന്നു കഴിഞ്ഞാലും കറക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ TV-യിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ സിഗ്നൽ വരും. അതിൽ ഡേറ്റ് എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഡേറ്റ് കറക്റ്റ് അറിയാം. ഈ ഇലക്ഷനിൽ നമ്പർ 1 ആയിരിക്കുമോ? ഞാൻ വീണ്ടും പറയണു, ഞാൻ നമ്പർ 1-നും നമ്പർ 10-നും അല്ല, ഞങ്ങൾ വേറൊരു വഴിയെ പോവുകയാണ്. ഓക്കെ, താങ്ക്സ്. കഴിഞ്ഞു. താങ്ക് യു ഓൾ. സർ പ്ലീസ് ഡോണ്ട് ലീവ്. സർ പോകരുത്.
ഇവിടെ പ്രധാനപ്പെട്ട ഒരു ടീമിനെ ഞാനിപ്പോൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഏതൊരു ചാനലിൻ്റെയും ഏതൊരു ബിസിനസ്സിൻ്റെയും നട്ടെല്ല് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്, അത് സെയിൽസ് ടീമാണ്. എൻറ്റയർ സെയിൽസ് ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രാജീവേട്ട, എൻറ്റയർ ടീം പ്ലീസ്. മിഥുൻ, പേരെടുത്ത് ഓരോരുത്തരെയും പറയല്ല, ആ സെയിൽസിൻ്റെ എൻറ്റയർ ടീം സ്റ്റേജിലേക്ക് വരണം. ഒരു ചാനലിന് ഏതൊരു സ്ഥാപനവും മുന്നോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നട്ടെല്ലിൻ്റെ ബലത്തിലാണ്. എങ്ങനെ വിൽക്കുന്നു, എത്ര നന്നായി വിൽക്കുന്നു, എത്ര മനോഹരമായി അതിനെ ഒരു ആളുടെ അടുത്തെത്തി അവതരിപ്പിച്ചൊരു ബിസിനസ്സിൽ നിന്നും നമുക്ക് സെയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. അത് ഏറ്റവും മനോഹരമായി ചെയ്യുന്ന, സത്യസന്ധമായി ചെയ്യുന്ന, സ്ട്രോങ് ആയി ചെയ്യുന്ന ഒരു സെയിൽസ് ടീം നമുക്കുണ്ട്. ഇതാണ് നമ്മുടെ സെയിൽസ് ടീം. നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, മീഡിയ സ്ഥാപനങ്ങളിൽ പരസ്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ സെയിൽസ് വിഭാഗം മര്യാദയ്ക്ക് പണിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഒരു മാനേജറിൻ്റെ കീഴിലുള്ള കണ്ടൻറ് ടീമോ, ഞാൻ ഇവിടുത്തെ ഏത് മാനേജറിലും കണ്ടൻറ് ടീം ഒന്നും മോശമല്ല, അവരവരുടെ പണി എടുക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സെയിൽസ് ടീം, ഇത് തന്നെ ഒരു വിമർശനമായിട്ട് തന്നെ എടുത്തു, അതുകൊണ്ടാണ് ഇത്ര ട്രാൻസ്പെറൻറ്റ് പറയണത്. സെയിൽസ് ടീം പണിയെടുക്കുന്നില്ല, അതുകൊണ്ട് മാനേജ്മെൻറ്റിലേക്ക് പൈസ വരുന്നില്ല, അവർ നിരാശരാകും, കണ്ടൻറ് ടീം നിരാശരാകും. ഇതൊരു സർക്കിളാണ്. സോ ദിസ് ഞങ്ങളുടെ സെയിൽസ് ടീം അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളോടൊപ്പം ഉള്ളതാണ്. പല സ്ഥലങ്ങളിലും പല മേഖലകളിലും അവരവരുടേതായ കഠിനാധ്വാനവും അവരുടെ ഇന്നോവേഷൻസും കൊണ്ടാണ് അവരിവിടെ വരുത്തിയത്. സെയിൽസിൽ ഇന്നോവേഷൻസ് കൊണ്ട് തന്നെ ക്ലയൻസിന് അവരുടെ ബിസിനസ് ബെറ്റർ ആക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് ഉയർച്ച ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് ഞങ്ങൾക്ക് പകർന്ന് കിട്ടും. അതൊരു ഈ ഒരു സൈക്കിൾ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് റേറ്റിംഗ് ഞങ്ങൾ അതിനകത്ത് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. Sir, I would like to add one more thing to what sir says. We always, because I come from the other side, so we always presume content and production team has to be creative. But I always keep on saying my team, and I ensure that I make it very clear. Sales guys will have to be more creative than the content team, because we are sitting in front of the clients, we are representing the brands directly. And each brand has its own customized requirements. So when a salesperson is sitting in front of the client or discussing brands, he need to understand the brand and then come and creatively give that information to our team. Most of the times, sir would agree to me, most of the innovations are brought from the ground by our sales team. Most of the innovations which we see on screen, sir, very true, sir. Yeah. They come from the idea, the base idea comes from the ground team directly. So guys, you will have to again rock over here too. I am very much sure, I am too much confident about our team. And sir, we generally say the captain is as good as his team. And we are fortunate enough to work with such a bunch of people. And I am sure we will definitely rock Kerala market once again. Thank you, guys. Good. Thank you everyone. Thank you ladies and gentlemen. Thank you. Thank you. നമ്മൾ ഇതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ, അല്ലെങ്കിൽ നമ്മൾ ഏറെ ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന ബിഗ് ടി വി വിതൗട്ട് ഫിയർ ഓർ ഫേവർ, അതിൻ്റെ അവസാന സമയത്തേക്ക് നമ്മൾ എത്തുകയാണ്. വോട്ട് ഓഫ് താങ്ക്സിനുള്ള സമയമാണ്. താങ്ക് യു അനിൽ സർ, താങ്ക് യു വിജയ് സർ, താങ്ക് യു വേണിച്ചേട്ടാ, സുജയ, താങ്ക് യു സോ മച്ച്. നമ്മൾ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോവുകയാണ്. അതിന് ഞാൻ ലക്ഷ്മി പത്മയെ ക്ഷണിക്കുകയാണ്. പക്ഷേ ഇതിന് ശേഷം ടീം ഒന്നും പോരുത്, നമുക്ക് ടീം ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും, ബിഗ് ടി വിയുടെ ടീം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഹായ്. എന്തൊക്കെ സ്പെക്കുലേഷൻസ് ആയിരുന്നു അല്ലേ? സത്യങ്ങളും അർദ്ധസത്യങ്ങളും ഒക്കെ ചേർത്ത് സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ കേട്ട് അമ്പരന്നിട്ടുണ്ട്. അനിൽ സാർ എല്ലാവരെയും കൊണ്ട് ആന്ധ്രാപ്രദേശിലേക്ക് പോവുകയാണ്. ജേർണലിസ്റ്റുകൾക്ക് നല്ല ശമ്പളം കൊടുത്ത് അവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ട് പണിയെടുപ്പിക്കാൻ പോവുകയാണ്. ഇനി കേരളത്തിലേക്ക് തിരിച്ച് വരത്തേയില്ല. 6 മാസം കൊണ്ട് ചാനൽ പൂട്ടിപ്പോവും. നല്ലതും കേട്ടു, സുജയ പാർവതിക്ക് 10 ലക്ഷം സാലറി. അത് ഇങ്ങനെ പലത്, ഒരുപാട് ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നറിയാം. അതിനെല്ലാമുള്ള ആൻസർ ആയി എന്നാണ് കരുതുന്നത്. എന്തിനാണ് ബിഗ് ടി വി, എന്തിനു വേണ്ടിയിട്ടാണ് ബിഗ് ടി വി, ആരൊക്കെയാണ് അതിന് പിന്നിൽ, എല്ലാത്തിനും ഉള്ള ഉത്തരം ആയി എന്ന് തോന്നുന്നു. ഇനിയും കുറേയൊക്കെ സംശയങ്ങളും കൗതുകങ്ങളും ഉണ്ടാകാം. അതെല്ലാം നമുക്കിനി ബാക്കി സ്ക്രീനിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവരും ലഞ്ച് കഴിച്ചിട്ടേ ഇവിടെ നിന്ന് പോകാവുള്ളൂ. നന്ദി, നന്ദി, നന്ദി. താങ്ക് യു ലക്ഷ്മി. ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ
ലഞ്ചിന് എല്ലാവരെയും ക്ഷണിക്കുന്നതിന് മുന്നേ എൻറ്റയർ ബിഗ് ടി വിയുടെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് സുജയ്ക്ക് ഞങ്ങളൊരു താങ്ക് യു പറയുകയാണ്. കാരണം സുജയ നമ്മൾ നേരത്തെ രഞ്ജിനി പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ചീഫ് എഡിറ്ററാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്ററാണ് സുജയ പാർവതി. ആ ഒരു പൊസിഷനിലേക്ക് സുജയ എത്തിയത് ഒരു വനിത ആയതുകൊണ്ടല്ല, അവരുടെ ഈ പറഞ്ഞ 2 പതിറ്റാണ്ടിനടുത്ത് അവരുടെ ഹാർഡ് വർക്ക്, കൺസിസ്റ്റൻസി, ലീവ് എടുക്കാതെ അവർ ചെയ്ത, അല്ലെങ്കിൽ 24 മണിക്കൂർ 24/7 എന്ന് പറഞ്ഞ പോലെയുള്ള അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സുജയ പാർവതി അവിടെ ഇരിക്കുന്നത്. ദി എൻറ്റയർ ടീം ഇസ് വെരി പ്രൗഡ് ഓഫ് യു ആൻഡ് വി ആർ റിയലി ഹാപ്പി ടു വർക്ക് വിത്ത് യു. ഈ ബിഗ് ടി വിയുടെ ഈ ബിഗ് ബിഗിനിങ്ങിൽ സുജയ 100-ൽ നിൽക്കുകയാണെങ്കിൽ 110-ൽ വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. താങ്ക് യു സോ മച്ച് സുജയ. അത് പറഞ്ഞുകൊണ്ട് അനിൽ സർ, വിജയ് സർ, താങ്ക് യു എവ്രി വൺ. പ്ലീസ് ജോയിൻ us for lunch, പ്ലീസ്. എവ്രി വൺ എൽസ്, എല്ലാ ഗസ്റ്റും ലഞ്ചിന് ജോയിൻ ചെയ്യണം. പക്ഷേ നമ്മുടെ ടീം, ഏറ്റവും ആദ്യം റീഡേഴ്സിൻ്റെ ടീം സ്റ്റേജിലേക്ക് വരണം. നമ്മൾ താങ്ക് യു, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് കുറച്ച് ഫോട്ടോ സെഷൻ ഉണ്ട്. സോ റീഡേഴ്സ്, ബിനിൽ മുതലുള്ള നമ്മുടെ ടീം, ഫെസ്റ്റി, ബിനിൽ എവിടെ? നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുന്ന സമയമാണ്. ഫോർ എവ്രിബഡി എൽസ്, ദി ലഞ്ച് ഈസ് ഓപ്പൺ. പ്ലീസ് ജോയിൻ us in our happiness. താങ്ക് യു. അനിൽ ഹലോ, റിപ്പോർട്ടേഴ്സിൻ്റെ എല്ലാവരും ഇവിടെ ഫോട്ടോ സെഷൻ ഉണ്ട് കേട്ടോ. 3 സെറ്റ്. റിപ്പോർട്ടേഴ്സ് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ്, തേർഡ് ആയിട്ട് തന്നെ വരണം. ആങ്കേഴ്സിൻ്റെ ഇമേജ് ഇടാവോ? റീഡേഴ്സിൻ്റെ ഇമേജ് ഒന്ന്, ഗ്രാഫിക്സ്. ഹലോ, ആങ്കേഴ്സിൻ്റെ ഇമേജ് ബാക്കിലിടുവോ? ആങ്കേഴ്സിൻ്റെ ഇമേജ്. വിജയ്, ആ ഓർഡറിൽ നിൽക്കാമെങ്കിൽ നല്ലതായിരിക്കും. ഗിംബൽ ഉണ്ടോ ഇവിടെ? ഗിംബൽ ഷോട്ട് എടുക്കൂ. 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. എബിൻ ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് സെറ്റ് റിപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, അവർ വരുമോ? ഫസ്റ്റ് സെറ്റ് റിപ്പോർട്ടേഴ്സ് ഈ ഓർഡറിലൊക്കെ നിന്നാൽ മതി, അറേഞ്ച് ആയിട്ട്.
എല്ലാവർക്കും ഈ ഫോട്ടോസ് എടുത്തവർക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം, അല്ലാതെ ഗസ്റ്റായിട്ട് വന്ന എല്ലാവർക്കും ഫുഡ് ഓപ്പൺ ആണ്. ഇത് ഫസ്റ്റ് സെറ്റ് ഓഫ് റിപ്പോർട്ടേഴ്സ് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അതുപോലെ തന്നെയല്ലേ നിങ്ങൾ നിൽക്കുന്നതെന്നൊന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് സെറ്റ് ഓഫ് റിപ്പോർട്ടേഴ്സ് റെഡി ആയിട്ടിരിക്കുക. ഇതിൻ്റെ പുറകെ സെക്കൻഡ് സെറ്റ് ഓഫ് റിപ്പോർട്ടേഴ്സ് ആണ്. കുറച്ച് നേരം നമ്മളങ്ങനെ നിൽക്കാനുണ്ട്, നമുക്ക് എല്ലാ ആംഗിളിൽ നിന്നും ഫോട്ടോസ് കിട്ടാനുണ്ട്. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം നല്ല പുഞ്ചിരിയോട് കൂടി തന്നെ വരട്ടെ. ഫീൽഡിൽ അതേ സീരിയസ്നെസ് ആണ് നമ്മൾ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ റിപ്പോർട്ടേഴ്സ്. ഇതിൻ്റെ പുറകെ സെക്കൻഡ് സെറ്റ് ഓഫ് റിപ്പോർട്ടേഴ്സ് റെഡി ആയിട്ടിരിക്കണേ. ഇത് കഴിയുന്ന ഉടനെ അവരാണ്. നെക്സ്റ്റ് സെറ്റ്, സെക്കൻഡ് സെറ്റ് ഓഫ് റിപ്പോർട്ടേഴ്സ് പ്ലീസ്. സെക്കൻഡ് സെറ്റ് ഓഫ് റിപ്പോർട്ടേഴ്സ്. അതിന് പിന്നാലെ തന്നെ നമ്മുടെ തേർഡ് സെറ്റ് ഓഫ് റിപ്പോർട്ടേഴ്സ്.